നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. Welcome to MyG Future and Maruti Suzuki presents Big Boss Malayalam Season 7, co-presented by Berger Paints, Healthy Grows Akayam, Ujala Young and Fresh Fabric Conditioner and Regal Jewelers. ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി കുറച്ച് ചുവടുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ഒരാൾ കൂടി ഈ വീടിനോട് യാത്ര പറഞ്ഞു പോകും. വീട്ടിൽ ബാക്കിയാകുന്ന മത്സരാർത്ഥികളുടെ മുന്നോട്ടുള്ള ചുവടുവയ്പിൽ നിങ്ങളുടെ പിന്തുണ വളരെ നിർണായകമാണ്. അർഹിക്കുന്ന മത്സരാർത്ഥികൾക്കായി മാത്രം നിങ്ങളുടെ വോട്ടുകൾ നൽകുക. നമുക്ക് വീട്ടിലെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാം. വീട്ടിലേക്ക് പോകാം. ഇരിക്കാം. നൂറയും എന്റെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സെയിം പിഞ്ചോ? ഇരിക്കാം. ആര്യനും കൂടെ ഇപ്പുറത്തിരിക്കും. 3 ക്യാപ്റ്റന്മാരെ ഒന്ന് കാണട്ടെ. ഇത് ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ ഒരാളെയും കൂടെ വിളിക്കാം. നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, ഒരാളെയും കൂടെ വിളിക്കാം. വരൂ. ഷാനവാസ്, ബിഗ് ബോസ്, ആരോഗ്യമെല്ലാം ഓക്കെ ആയോ? ഡബിൾ ഓക്കെ. ഇനി മത്സരത്തിൽ ഫോക്കസ് ചെയ്യുക. ഷുവർ. 2 ആഴ്ചകൾ മാത്രം ബാക്കി. ഉഷാറല്ലേ? ബിഗ് ബോസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഉഷാറാവും. ഉഷാർ. ഈ എനർജി എന്നും ഉണ്ടാവട്ടെ. വീടിനുള്ളിലേക്ക് പോവാം. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. How are you feeling? Fine. Okay, look. Okay. Welcome to ഇരിക്കാം. ഒരു സംസാരത്തിന്റെ ഇടയിലാണ് ഷാനവാസ് കടന്നു വന്നത്. ഞാൻ 3 ക്യാപ്റ്റന്മാരെ അവിടെ ഇരുത്തി. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അവരെങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അനീഷ്, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി? ബിഗ് ബോസ് സീസൺ 7 ഈ ഇത്ര നാളുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസിയാണ് ഇവർ 3 പേരുടെയും ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീമുകൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കിച്ചൺ വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് കിച്ചണിലേക്ക് 3 പേര് വന്നത്. കിച്ചണിലെത്തിയപ്പോൾ ഇവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് ഈ ബിഗ് ബോസ് വീട് ഭരിക്കണേ എന്നുള്ള രീതിയിലുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടായിരുന്നു ഈ 3 പേരും ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം വന്നപ്പോൾ ഇവർ 2 നേരം മാത്രമാണ് ഭക്ഷണം തന്നുള്ളൂ. അതുകൂടാതെ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ഭക്ഷണം കഴിക്കുന്നു, ഇവരുടെ വയറ് നിറയ്ക്കുന്നു. ബാക്കിയുള്ളവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തകളും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പൊതുവെ വളരെ മോശമായിരുന്നല്ലേ? അതെ. ഇരിക്കാം. ഷാനവാസ് വളരെ സുഖകരമായിട്ട് തിരിച്ചെത്തിയാൽ സന്തോഷിക്കുന്നു. യു ആർ പെർഫെക്റ്റ്ലി ഫൈൻ. ഒന്ന് പറയൂ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് പറയൂ, യു ആർ ഏറ്റവും നല്ല മിടുക്കനായിട്ട് വന്നിരിക്കുകയാണ്. അതെ. ബിഗ് ബോസ് നന്നായിട്ട് എന്നെ നോക്കി, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. നന്നായിരുന്നു, നല്ലതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ഷാനവാസ്? വളരെ മോശം ലാലേട്ട. ഇവര് 3 പേരും ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ ചാടി കളിക്കായിരുന്നു, ഭയങ്കര ചാടി കളിക്കായിരുന്നു. ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു പൊടിക്ക അടങ്ങി. പിന്നീടുള്ള ഇവരുടെ ചിന്തകൾ മൊത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് എങ്ങനെ പണി തരാം എന്നായിരുന്നു. ഞങ്ങൾ സാധാരണ കണ്ടിട്ടുള്ളത് ഈ ഹൗസിലെ ക്യാപ്റ്റന്മാര് ഈ വീട് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം, എല്ലാവരും എങ്ങനെ കൂട്ടിപ്പിടിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം, എന്തെല്ലാം ചേഞ്ചസ് ഇവിടെ വരുത്താം, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഹൗസ്മേറ്റ്സിന് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ ക്യാപ്റ്റന്മാരും ചിന്തിച്ചിരുന്നത്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് ഇവർ 3 പേരും എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കുരുടിക്ക് കണ്ണു കൊടുത്ത പോലെ കുരുടിക്ക് കണ്ണു കൊടുക്കില്ല. അതേപോലെയായിരുന്നു അക്ബറിന്റെ കേസ്. അക്ബറിന് ഇത്രയും കാലം ക്യാപ്റ്റൻസി കൊടുക്കാതിരുന്നത് കുരുടിക്ക് കണ്ണ് കൊടുത്ത പോലെ ആയിരിക്കും എന്നുള്ളൊരു ഇത് ദൈവത്തിനുള്ളത് കൊണ്ടായിരിക്കാം. ക്യാപ്റ്റൻ ഇല്ല, കുരുടിക്ക് കണ്ണു കൊടുത്തത് ഞാനാണ്. അതെ, അക്ബറിനെ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനാണ് പറഞ്ഞത് അക്ബറിനെ ഒരു ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു പണിഷ്മെന്റിൽ പോയതാണ്. അതായത് സാധാരണ ഒരു ക്യാപ്റ്റനെ പകരം 3 ക്യാപ്റ്റൻസ് ആയിരുന്നു. നിങ്ങൾക്ക് 3 പേർക്ക് കൂടെ എന്ത് നല്ല രീതിയിൽ നടത്താമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഷാബുമാൻ, ലാലേട്ട, ഇവരുടെ ക്യാപ്റ്റൻസി വൻ പരാജയമായിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഷാബുമാൻ വരെ ഇങ്ങനെ പറയാണ് പരാജയമായിരുന്നു. അതെ, ആയിരുന്നു. പരാജയമായിരുന്നു, വൻ പരാജയമായിരുന്നു. കിച്ചൺ ടീം വളരെ മോശമായിട്ട് ഇവർ കൊണ്ടുപോയത്.
അതെ, അവരെങ്ങനെ പണി കൊടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു അവര് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ തുടങ്ങുന്ന സമയത്താണ് ഗ്യാങ് അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ, ഈ തീരുന്ന സമയത്ത് അങ്ങനെ സാധനം സംഭവിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഒരു ഗ്യാങ്ങുകളൊക്കെയാണ് ഇവര് ഒരു ഗ്യാങ് ആയിട്ട് തീരുന്നത്. അല്ല, ഇവിടെ മെയിൻലി 2 ഗ്യാങ് ഉണ്ട്. 2 എണ്ണം. ഇവര് 3 ഇവര് ഒട്ടും മോശമല്ലല്ലേ? അങ്ങനല്ല, ഇവര് തുടങ്ങി വെക്കും, അവര് അത് റിറ്റാലിയേറ്റ് ചെയ്യും, അവര് തിരിച്ചു കൊടുക്കും. ശരി, ഇരിക്കാം. നൂറ, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി? ലാലേട്ട, സത്യം പറയാൻ വൻ പരാജയമായിരുന്നു. അതിപ്പോ നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല മുന്നേ, ഒരു ക്യാപ്റ്റന്മാരെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ക്യാപ്റ്റൻ ആയില്ല. അപ്പൊ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ആലോചിക്കാം ആ സമയത്തല്ലേ. ഇവരിങ്ങനെ എന്താ ചെയ്യുന്ന, ഞാനായിരുന്നെങ്കിൽ ആലോചിക്കാം. ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരതെന്താ വെച്ചാൽ സമയത്തിന് ക്യാപ്റ്റൻ ആകാൻ ഒരു ചാൻസ് ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ ലാലേട്ട. ഇവരൊക്കെ ആക്കിയാലേ ആവാൻ പറ്റും. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ മോശമായിരുന്നു, വൻ പരാജയമായിരുന്നു. അവർക്ക് നന്നായിട്ട് ചെയ്യാമായിരുന്നു അല്ലേ? നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഫുഡിന്റെ കാര്യമൊക്കെ ഭയങ്കര ഡിലേ ആക്കി. എനിക്കാണെങ്കിലും ഈ ആഴ്ചയാണ് എനിക്ക് വയറിന് ഭയങ്കര പ്രശ്നം വന്നത്. അല്ലാണ്ട് മുന്നേ ഒന്നും എനിക്ക് ഇത്ര പ്രശ്നം വന്നിട്ടില്ല. ഛർദ്ദിക്കാൻ വരിക, ഗ്യാസ് ഫോം ചെയ്യുക. ഞാൻ ഡോക്ടറെ കൺഫെഷൻ റൂമിൽ തന്നെ ഫുഡ് ഡിലേ ആയതുകൊണ്ട്. പിന്നെന്താ വെച്ചാൽ ഇവർക്ക് തോന്നിയിട്ട് ഇവര് അവിടുന്ന് ഫുഡ് കട്ടെടുത്ത് കഴിക്കും. നമ്മൾ കാണൂല അത്, ഇവർക്ക് തോന്നിയ പോലെ. ഞങ്ങൾ ആരോ പാലൊക്കെ കുടിക്കുന്ന കണ്ടു, 2 പേര് അല്ലെ? അനുമോളും നൂറയും കൂടെ ആണോ പാല് എടുത്ത് കുടിക്കുന്നത്? ഞങ്ങൾ പാലെടുത്ത് കുടിച്ച് ഞാൻ അറിയാതെ കണ്ടുപോയി, സോറി. ഇല്ല, ഞങ്ങളെടുത്ത് കുടിക്കും, ഞങ്ങളത് പറയുകയും ചെയ്യും. ഞങ്ങളത് ഹൈഡ് ചെയ്യൂല. ഇവര് ഹൈഡ് ചെയ്താണ് ഇവര് ചെയ്യുന്നത്. ഇനി അനുമോൾ വൺ ശോകമായിരുന്നു. ശോകമാണ്, പരാജയം ശോകമാ. ഞാൻ അവരെ 3 പേരെയും ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടില്ല. കിച്ചണിൽ വന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വന്ന 3 പേര് ആദ്യമായിട്ടായിരുന്നു ക്യാപ്റ്റൻ ആകുന്നത്. അതെ. പക്ഷെ അക്ബർ ചിലപ്പോ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ ചിലപ്പോ നന്നായിരിക്കുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ 3 കൂടെ ആയപ്പോ ഒരു തലയ്ക്ക് എന്താ പറയുന്നത്, എന്തോ അഹങ്കാരം പിടിച്ചു തലയിൽ. ശരി, അപ്പൊ കൂട്ടത്തിൽ കുറച്ച് കൊള്ളാമായിരുന്നു തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? കൂട്ടത്തിൽ കുറച്ച് കൊള്ളായിരുന്നത് എനിക്ക് ആര്യനാണ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആര്യൻ കുറച്ച് കള്ളത്തരവ് കാണിക്കും, പക്ഷെ പുറമെ നമ്മുടെ തോന്നിട്ട് ഭയങ്കര അഭിനയമാണ്. ഇവരെ ഹൈഡ് അവരെ കാണിക്കുക, അതായത് അവരെ കാണിക്കാതെ സോറി പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വേറെന്തോ പോയി പറഞ്ഞു വെസൽ കഴുകാൻ വേണ്ടി ചെയ്ത എഫർട്ടാണ് അതൊക്കെ. ശരി, അതില ഇനിയിപ്പോ അതിലേയും കൂടെ കേൾക്കട്ടെ. ക്യാപ്റ്റന്മാരും 3 പാഴ്മരങ്ങൾക്ക് തുല്യമായിരുന്നു. കാരണം ഇവര് വീട് മുന്നോട്ട് കൊണ്ടുപോകാനല്ല, അതിന് പകരമായിട്ട് ഒരു സ്വേച്ഛാധിപതി സ്റ്റൈലായിരുന്നു. ആരായിരുന്നു ഏറ്റവും കൂടുതൽ ട്രബിൾ കൊടുത്തോണ്ടിരുന്നത്? ട്രബിൾ കുറവ് ആര്യനാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, കൂടുതൽ നെവിനും അക്ബറും ആയിരുന്നു. ഒരാള് പോലും നല്ലത് പറഞ്ഞില്ലല്ലോ. അക്ബറിന് ഞാൻ തന്ന ഒരു കാര്യമാണല്ലേ, അക്ബറിന് ഒരു ക്യാപ്റ്റനാകാനുള്ള ഒരു ചാൻസ് നമ്മൾ നിഷേധിച്ചിരുന്നു. അതിന് പകരം നമ്മൾ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ തന്നാണ്. അത് നന്നാക്കി എടുക്കാമായിരുന്നോ, അതോ നന്നായില്ലേ, അതോ നിങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ക്യാപ്റ്റൻ ആയത്. അപ്പൊ നമ്മൾ 3 ഇൻഡിവിജ്വൽസ് ആണ്. ഇത് 7ന്റെ പണിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 3 പേരും പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത്. ബിഗ് ബോസ് തന്നെ നമുക്കിട്ടൊരു പണിയാണ് അന്ന്. കാരണം ഞാൻ പലപ്പോഴും നമ്മളറിയാണ്ട് ഇവനോരോന്ന് ചെയ്യും, അല്ലെങ്കിൽ ഇവനോരോന്ന് ചെയ്യും. 3 വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരാണ്. ഇതിനിടയിൽ തന്നെ ഒരു ഐക്യം കൊണ്ടുവരാൻ ഞങ്ങൾ കുറെ പാടുപെട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കിച്ചൺ ടീം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നിസ്സംശയം അറിയാവുന്ന ഒരു കാര്യമാണ്. ഒന്നുകിൽ നെവിനാണ് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അനുമോളാണ് കുക്ക് ചെയ്യുക. ഇതിന് മുന്നത്തെ ആഴ്ചയിൽ ഷാനവാസ്ക്ക് കിച്ചൺ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് അനുമോള് ഡ്യൂട്ടി ചെയ്യാതെ മാറി ഞാൻ കിച്ചണിൽ കയറില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ രസകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നോ? അത് സാധിക്കുമായിരുന്നു. ചില നമുക്കിത് ഒന്നാമത് നമ്മൾ 3 പേരായി, പിന്നെ ഇത് വന്ന് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയണ ആ ഒരു സ്റ്റേജിലാണ് നമുക്ക് കിട്ടണത്. അല്ല, അനീഷ് പറഞ്ഞ മീറ്റിംഗ് വേണമെന്ന് ഞാന് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവരെല്ലാവരും പറഞ്ഞില്ലേ, ഈ 3 പേര് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന നമ്മളിലുള്ള അപാകതകൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അല്ലല്ല, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയണം. കാരണം കിച്ചൺ ടീമിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഹൗസ് ക്യാപ്റ്റൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വേറെ സെക്ഷൻസ് ഉണ്ട്, ബാത്റൂം ഉണ്ട്, വെസൽ ഉണ്ട്, ഫ്ലോർ ഉണ്ട്. അപ്പൊ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഡ്യൂട്ടി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടികൾ പലരും നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ സൗകര്യം ഇല്ല എന്നൊക്കെ പറയുന്നു. ആരായിരുന്നു അങ്ങനെ കൂടുതൽ ഇതിന് ചെയ്യാൻ പറ്റില്ല എന്ന് അക്ബറിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്? സൗകര്യം എന്ന് പറഞ്ഞു, നൂറ പറഞ്ഞു സൗകര്യം എന്ന് പറഞ്ഞു. അനുമോള് പറഞ്ഞു ഞാൻ ചെയ്യില്ല, ഞാൻ അനുമോളാണെങ്കിൽ ഞാൻ വെസൽ കഴുകില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ഇവർ തന്നെ പറയുന്നു
ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആവരുത്. കാരണം ഇവർ കഴുകി തന്നാലേ നമുക്ക് അത് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കിച്ചൺ ടീം ആയിരിക്കാം, നമ്മൾ വെസലും കഴുകണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടപടിയാവില്ല. കാരണം ടിക്കറ്റ് ഫിനാലെയാണ്. ഇവർക്ക് ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കും ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങൾ വേറെ ആരും ഇതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞത് വളരെ റോങ് ആയിട്ടൊരു ഡിസിഷൻ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും അക്ബർ ആലോചിച്ചിരുന്നു. എന്താണ് അനുമോൾക്ക് പറയാനുള്ളത്? വെസൽ കഴുകി കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഉറങ്ങിയതിനു ശേഷം അക്ബറും നെവിനും ഫുഡ് രാത്രി ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പതിവുണ്ട്. ആ പാത്രം പോലും കഴുകി വെക്കാണ്ട് ഞാനും ഷാനവാസ്കെ രാത്രി പാത്രം എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് അവിടെ ഫുള്ളും ക്ലീൻ ചെയ്തിട്ട് രാത്രി പോയി കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ ഒന്ന് നോക്കുമ്പോൾ പ്ലേറ്റ് പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എവിടുന്ന വന്നത്? നമ്മൾ ഇന്നലെ എല്ലാം കഴുകി തീർന്നില്ലേ? അത് കഴുകാത്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പൊ ഉണ്ടായ പ്രശ്നം ആ പറയുന്ന ചെറിയൊരു പൊടി പറയും, ചെറിയ പൊടിയുടെ പേരിലാണ്, അതാണ് കഴുകില്ല എന്ന് പറഞ്ഞ് വാശി അതിനുശേഷം ഷാനവാസ്ക പോയി. ഷാനവാസ്കാക്ക് വയ്യാതെ പോയ സമയത്തും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ പറയുന്ന മാതിരി വെസൽ ടീമിൽ ഒരാൾ കുറവാണെങ്കിൽ ഒരാൾ ഇട്ട് തരാം. എന്നാൽ പോലും വെസൽ കയറിയിട്ട് ആ പാത്രങ്ങൾ കഴുകാൻ അനുമോള് തയ്യാറായിരുന്നില്ല. ഫ്ലോറിലെ നൂറായിട്ട് എടുത്ത് ഫ്ലോർ ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മാത്രം ഒരു ടീം മാത്രം ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിലും നിറയെ പേരിടുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു പോയിരുന്നല്ലോ. ഇത് എന്താണ് ആര്യൻ കൈവക്കിക്കൊണ്ടിരുന്നത്? എന്താണ്? വീട്ടിലെല്ലാരും ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല 3 ക്യാപ്റ്റന്മാരെ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നെവിന് ഈ വീട്ടില് ചില ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നെവിന് അനുമോളായിട്ട് പ്രശ്നമുണ്ട്, പിന്നെ അക്ബറിന് ചില ഷാനവാസിന് പ്രശ്നമുണ്ട്, എനിക്കും ഒരാളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ 3 പേർക്കും 3 വെറൈറ്റികളായിട്ട് 3 ഡിഫറെന്റ് ആൾക്കാരുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അവരെന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. ഇപ്പൊ ഞാൻ മാത്രം ക്യാപ്റ്റൻ ആണെങ്കിലോ ഇല്ലെങ്കിൽ അക്ബർ മാത്രം ക്യാപ്റ്റൻ ആണെങ്കിലോ ഇവർക്ക് മാത്രം ഒരു പേഴ്സണൽ വേണ്ടിയിട്ട് കാണത്തുള്ളൂ ഒരാളായിട്ട്. പക്ഷെ ഇത് 3 പേരായ കാരണം ആൾക്കാർ കൂടിപ്പോയി. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം, അവർക്കും അറിയാമെങ്കിലേ അതിന് ഏറ്റവും നല്ലൊരു സമയമായിരുന്നില്ലേ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഏറ്റവും മനോഹരമാക്കി ഇതിനെ കൊണ്ടുപോകാൻ ഒരു ചാൻസ് ആണ് ഞങ്ങൾ തന്നതെന്ന് പറഞ്ഞാൽ ചെയ്യായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടല്ലേ? അല്ല ചുമ്മാ 3 പേരെ ആക്കുമോ? എന്താണ് നെവിന്റെ അഭിപ്രായം? ലാലേട്ട, ഞങ്ങള് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു നിഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവുള്ളവരെ ലോകം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് വളരെ സത്യവത്തായിട്ടുള്ള കാര്യമായിട്ട് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഞങ്ങൾ 3 പൊട്ടൻഷ്യലുള്ള ഇവർ തന്നെ ആക്കിയ, എനിക്ക് 7 വോട്ട് 6 വോട്ട് 5 വോട്ട് അങ്ങനെ ഇവർ തന്നെ വളരെ കഴിവുറ്റവരാണെന്ന് പറഞ്ഞിട്ടാക്കി ഇവര് തന്നെ ഒരു പണി തരാൻ വേണ്ടി അവർ ചെയ്തതാണോ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മള് ഇപ്പൊ അനുമോളുടെ വായിന്ന് തന്നെ പറഞ്ഞായിരുന്നു 3 ഇവരെ ഞങ്ങൾ ക്യാപ്റ്റനായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. കിച്ചണിൽ വന്ന 3 വ്യക്തികൾ അതേപോലെ തന്നെയായിരുന്നു അനുമോളുടെ പെരുമാറ്റം. കാരണം ഉപ്പുമാവിന് ഒട്ടിപ്പിടിക്കുന്നു, മറ്റേ കറിക്ക് ഉപ്പില്ല. അപ്പൊ ഞാൻ വെച്ചു നമ്മള് ക്യാപ്റ്റൻ ആണോ അതോ വെച്ച് വിളമ്പാൻ വേണ്ടി വന്ന ഷെഫുകളാണോ? അപ്പം നമ്മളുടെ ഭാഗത്ത് കുറെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ചോദിക്കും, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തു, ആരെയും കിച്ചണിൽ കയറ്റില്ലെന്ന്. അത് എന്തിനായിരുന്നു? അവര് കയറി കുക്ക് ചെയ്തില്ലേ? പിന്നെ പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തു. അതെ, പിന്നെ ആദ്യമേ അങ്ങനെ തീരുമാനിച്ചൂടെ? എന്താ ഷാനവാസ് എന്താ പറയാനുള്ള പോലെ തോന്നി? ലാലേട്ടാ, ഇവര് ആദ്യ ക്യാപ്റ്റൻസി ഇവരെ 3 പേര് ഇട്ടപ്പോ ഇവര് ടീമിനെ തിരിച്ചപ്പോ ഫസ്റ്റ് ഇവര് അവിടെ വെച്ച് തന്നെ പണി തുടങ്ങി. ഷാനവാസിനെ അനുമോളിയും വെസലിലോട്ട് ഇട്ടു. കാരണം എന്നിട്ട് ഇവർ പറയുന്നത് മാക്സിമം വെസൽ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ മാക്സിമം വെസൽ തന്ന് ഞങ്ങൾക്കുള്ള പണി തരുമായിരുന്നു. പിന്നെ ഒരു മിനിറ്റ് എന്റെ സ്പേസ്. അതിന് പുറമെ രാത്രി വെസൽ കഴുകി വെച്ച ഒരു പാത്രം എടുത്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം അക്ബറും നവീനും ഉണ്ടാക്കിയുള്ളത്. അപ്പൊ ഈ പാത്രങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തതിന്റെ പുറത്താണ് ഇതില് കുറെ അതിന്റെ പെയിന്റുകളെല്ലാം കുറച്ച് പോയിട്ടുണ്ട്, ചെറിയ കുത്ത്. അതുപോലെ ഒരു 2-3 കുത്ത് 2 പൊടി ബാലൻസ് ഉണ്ടായിരുന്നു. അത് 6 വെസലിൽ കഴുകിയാലും 1-2 അഴുക്കോ പൊടിയോ ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ആ പൊടി വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വെള്ളം ഇതാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം. പിന്നെ അത് മാത്രമല്ല, അതുപോലത്തെ വേറെ 2 പാത്രങ്ങൾ. അതെ ഞാൻ വെസൽ ടീമിലായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കറക്റ്റായിട്ട് വൃത്തിക്കാണ് ഞാൻ കഴുകി വെച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു കിച്ചൺ ടീമിന്റെ അടുത്ത് വന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്, അതായത് വൃത്തിക്ക് കഴുകിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് അപ്പം കഴുകി കൊടുത്തിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കിച്ചൺ ടീമിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അവരുടെ ടീമിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കും, കണ്ടാൽ പറയും, അതത്രേ ഉള്ളൂ. അപ്പൊ അത് പറയുന്ന സമയത്ത് ക്യാപ്റ്റനാണ് ഞാൻ വളരെ ഇതിലാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് ഡേർട്ടിയുണ്ട്, ഈ സാധനം ഒന്ന് കഴുകി തരണം എന്ന് പറഞ്ഞത്. തലേ ദിവസം ഷാനവാസ് തന്നെ പറഞ്ഞു ഇത്രയും കാലം നമുക്ക് 2 ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു, ഇതെന്തോ 1 ഉപ്പേരി മാത്രം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ഈ ടിക്കറ്റ് ഫിനാലയിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് നമ്മൾ വരിക, അതായത് കൂടുതൽ നമുക്ക് ഇവരെ പോലെ നമുക്കും അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അനീഷേട്ടൻ ഫ്ലോറിലെ ഇതാണ്, അപ്പൊ ഞാൻ നൂറ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ്റെ അടുത്ത് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അനീഷേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അനീഷേട്ടൻ പറഞ്ഞത് എന്നെ ക്യാപ്റ്റൻ ആക്കാതെ നിങ്ങൾ നൂറേനാക്കിയതല്ലേ, നിങ്ങൾ അനുഭവിച്ചോ എന്നുള്ളതല്ലേ. അപ്പൊ അനീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം അനീഷേട്ടന്റെ ക്യാപ്റ്റൻ ആക്കാത്തതിന്റെ ഈഗോ അനീഷേട്ടന്റെ മനസ്സിലുണ്ട്. ഇവരെല്ലാവരും വട്ടത്തിലിട്ടിട്ട് നമ്മൾ ആക്രമിക്കുകയാണ്. ഒന്നാമത് ബിഗ് ബോസ് നമുക്കിട്ടൊരു 7ന്റെ പണിയാണ് ഞങ്ങളെ 3 പേരെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കുക എന്ന് പറയുന്നത്. 3 പേര് 3 അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ ഒരു 7ന്റെ പണിയല്ല. നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് അവരെ ഏറ്റവും രസകരമായിട്ട് നല്ലൊരു ഹാർമണിയിൽ കൊണ്ടുവരും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ തന്നത്. നിങ്ങളാണ് നമുക്ക് 7ന്റെ പണി ഇപ്പൊ തന്നിരിക്കുന്നത്. നമ്മൾ പരമാവധി നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദത്തിൽ വേണമെങ്കിൽ പോയിരുന്നല്ലോ. എന്താണ് നൂറ? ആദ്യം അക്ബർ വന്ന് പറഞ്ഞു അടിച്ചു വാര്, ലൈറ്റ് പോകുന്നതിന് മുന്നേ അടിച്ചു വാരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ലൈറ്റ് പോകുന്നതിന് മുന്നേ അടിച്ചു വാരിക്കോളാന്ന് പറഞ്ഞു. ഇത് കുറച്ച് കഴിഞ്ഞ് പിന്നെയും അക്ബർ എന്ത് പറഞ്ഞ് ടീമിലുള്ള ആൾക്കാരോടൊക്കെ പോയി ചോദിക്കുന്നത് കണ്ട്, അതായത് എന്നോട് ചോദിക്കാണ്ട് പിന്നെയും ടീമിലത്തെ ആൾക്കാരോട് പോയി ചോദിക്കുക. പിന്നെ എന്നോട് പറഞ്ഞ് ഫ്ലോർ അടിച്ചു വാരെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഇന്ന് ഞാൻ അടിച്ചു വരുന്നില്ല, നാളെ അടിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നൂറന്ന് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫുഡ് നിഷേധിച്ചു എന്ന് പറഞ്ഞു രാത്രിയത്തെ. കാരണം ഫുഡ് ഇവരാരും ഔദാര്യമല്ലല്ലോ, എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ. അപ്പൊ ഇവരത് നിഷേധിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ അവിടെ. അപ്പൊ എനിക്ക് വാശിയായി. അപ്പൊ ഞാൻ അങ്ങനെ ഇവർക്ക് തോന്നുമ്പോഴാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ഇവിടെ മെഡിസിൻ കഴിക്കുന്ന 1-2 പേരുണ്ട്. അപ്പൊ അത് അറിഞ്ഞിട്ടും പിന്നെ ഉണ്ടാക്കി തരാത്തതിന്റെ പേരിൽ പിന്നെ ഷാനാസ്ക പോയി, പിന്നെ ഞങ്ങളാണ് കയറി ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പം ഇവരുണ്ടാക്കി ഇവർ കഴിച്ചിട്ടുണ്ട്. ആ പാത്രം എന്നോട് കഴുകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നൊരു ടാസ്ക് ആണ്, അല്ലാതെ ഇത് 7ന്റെ പണിയല്ല. ആ ടാസ്കിനെ ഏറ്റവും നല്ല ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദത്തിൽ കൂടെ എന്ത് രസകരമായിട്ട് ആവശ്യമില്ലാത്ത പാത്രം കൂടി വാരിട്ട് തരും ഒരു പണിയായിട്ട് കഴുകാനായിട്ട്. അതിവിടെ എല്ലാരും കാണുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പാത്രങ്ങൾ അവിടെ കഴുകാനായിട്ട് ഇരിപ്പുണ്ടല്ലോ. അത് അവര് കഴിച്ച പാത്രമാണ്. കഴിച്ച പാത്രം എന്തെങ്കിലും സ്നാക്സ് എടുത്ത പാത്രം ഒന്നും കഴുകത്തില്ല, അതുപോലെ കൊണ്ടങ്ങ് വെക്കും. അല്ല, കഴിച്ച പാത്രമല്ല, ഉണ്ടാക്കിയ പാത്രങ്ങളാണല്ലോ. അത് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഉണ്ടാക്കിയ പാത്രങ്ങളല്ലേ? പച്ചക്കള്ളാണ് പറയുന്നത്. ഇല്ലില്ല, ഞങ്ങൾക്ക് ഭക്ഷണം ലേറ്റ് ആയ സമയത്ത് ഞാനും നൂറയും ആദിലയും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം, കഞ്ഞിയും ഈ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോഴും അവിടെ പാത്രങ്ങൾ അത് അവരുണ്ടാക്കി കഴിച്ച പാത്രമാണ്. അവരുണ്ടാക്കി കഴിച്ച പാത്രം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച പാത്രമാണ് അത്. ഞങ്ങൾ 3 പേരോ? അതെനിക്കറിയത്തില്ല. അവിടെ പോയി നോക്കൂ, കാണാം. ഒന്ന് അനുമോളൊന്ന് പോയി നോക്കൂ ഏത് പാത്രമാണ് ഇരിക്കുന്നതെന്ന്. പാത്രങ്ങൾ ഈ സൈഡിൽ അവർ എടുത്ത് വെക്കത്തൂടെ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഉപ്മാവിന്റെ പാത്രത്തിൽ സോപ്പും കലക്കി വെള്ളം ഒഴിച്ച് വെച്ചേക്കണതാണ്. അത് ശരിയാക്കാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കഴുകാൻ. പാത്രങ്ങള് വെസലിന്റെ അവിടെ ഉണ്ട്. അത് ഞാൻ കുക്കറിലാണ് കഴിച്ചത്. ഞാനായിട്ട് ഇവിടെ 8 പേരേ ഉള്ളൂ. 8 പേർക്ക് എത്ര നാഴി അരി കിട്ടും എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചോറുണ്ടാക്കി ഇത് റേഷൻ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് റേഷൻ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി കളയാന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആര്യ കഴിഞ്ഞ ദിവസം. ഇതിപ്പോ നോക്കിയേ, ഇത് എത്ര ദിവസം കഴിക്കാനുള്ള ചോറാണ് നോക്കി. ഇത് ഇവർക്ക് ആഹാരത്തിന്റെ വില അറിയത്തില്ല ലാലേട്ട. ഇത് ഈ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ തക്കാളി ചോറ് ഇവരുണ്ടാക്കി കളഞ്ഞിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ കൂട്ടി വെച്ചിരിക്കും. അതെടുത്ത് കഴിക്കണമെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ ദോശ, ചപ്പാത്തി, ഇതെല്ലാം ഉണ്ടാക്കി വേസ്റ്റ് ചെയ്ത് ഇതൊക്കെ എങ്ങനെ ലാലേട്ടൻ കഴിയുന്നത്? പാത്രം പോലും ഇവിടെ ഇല്ല. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാ വേണ്ട. പയറും കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പയറും കഞ്ഞിയും കുക്കറിലിട്ട് വേവിച്ചുണ്ടാക്കി അതുണ്ടാക്കി കഴിച്ചു. അവിടെ വെച്ചോളൂ, കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ, ടേബിളിലോട്ട് വെച്ചോളൂ. അതുപോലെ തന്നെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാം, പറയൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുണ്ടാക്കുന്ന ആർക്കോ വേണ്ടി ഉണ്ടാക്കി തരുന്നത് പോലെ, അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കിയോ ഉപ്പ് നോക്കിയോ അല്ലെങ്കിൽ ഉപ്പുമാവ് എങ്ങനെയാണെന്ന് പോലും ഒരു ടേസ്റ്റ് നോക്കാതെ വേണ്ടത് അങ്ങ് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. അത് വായിൽ വെച്ച് കഴിക്കുക എന്നുള്ളത് പോലും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം പാത്രം അങ്ങ് കൊണ്ടിടുകയാണ്. ജസ്റ്റ് വെള്ളം ഒഴിച്ച് വെക്കാനും നമ്മളൊക്കെ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട്. നിങ്ങൾ വെക്കാറില്ല. ഞാൻ ഇപ്പോഴും കാണിച്ചുതരാം. ആ കുക്കർ നോക്കൂ, ആ കുക്കറിൽ ഇപ്പോഴും ഇന്നലെ ഉണ്ടാക്കിയ പരിപ്പ് ഇപ്പോഴും ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതൊക്കെ ഞങ്ങൾ കഴുകാൻ വരുന്ന പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മനഃപൂർവ്വം ഞങ്ങൾക്ക് പണി തരുന്നതാണ് ലാലേട്ടാ. ഇല്ല, ഇയാൾ പറഞ്ഞ ഭയങ്കര കളത്തരമാണ്, ഭയങ്കര കളത്തരാണ്. ഈ ചോറ് മാത്രമല്ല, പിന്നെ
ബാക്കി അക്ബർ വേറെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ തുറന്ന ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഫ്രിഡ്ജിലുള്ള ചോറുകളാണ്. അല്ലല്ല, ഞാൻ കാണുന്നത് എനിക്ക് കാണാം അവിടെ എല്ലാ പാത്രങ്ങളും കഴുകാതെ വെള്ളം ഒഴിക്കാതെ വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിപ്പോ ആരാണ് ക്ലീൻ ചെയ്യേണ്ടത്? ഞാൻ വന്ന് ക്ലീൻ ചെയ്യണോ? പിന്നെ അല്ല, ഞങ്ങൾ ചെയ്തോളാം ലാലേട്ടാ. അല്ല, എല്ലാം തുറന്നു വെക്കുന്നു, ഭക്ഷണം കൂടുതൽ. ഇതിപ്പോ നമ്മൾ ഇനി 2 ആഴ്ചയേ ഉള്ളൂ. നിങ്ങളിത് വളരെ അതെങ്കിൽ ഞങ്ങൾ ഒന്നും ഭക്ഷണമൊക്കെ ഇനി ഞങ്ങൾ വീണ്ടും കുറയ്ക്കാം, ഭക്ഷണം തരാതിരിക്കാം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കൂ. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം പിന്നെ കഴിക്കാനുള്ളതാണെങ്കിൽ അടച്ചു വെക്കാം. ഷാനവാസ് ഒന്ന് നോക്കിക്കോളൂ. ഒരു ചെറിയ ബ്രേക്ക്. കാറിനകത്ത് ഇരിക്കുന്ന ടാസ്ക് തീരുമ്പോൾ നമ്മൾ പുലർച്ചെ 6:30 വരുന്നത്. നമ്മൾ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്നാണ് പോയത്, കഴിക്കാതെയാണ് പോയത് ഉണ്ടാക്കി വെച്ചിട്ട്. പലരും വന്ന് എടുത്തിട്ട് പോയി. പണി വരുമ്പോ എല്ലാവരും വെച്ച് വരും അക്ബർ. നീ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു യൂസില്ല. അറിഞ്ഞില്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ കിച്ചണിൽ പിടിച്ചിടണം. റേഷനൊക്കെ വെറുതെ കിട്ടുന്ന പറഞ്ഞ് അങ്ങ് ഉണ്ടായി കളയാനാണ് വിചാരം. ഏത് ഈ ചെറിയ ചെറിയ സാസറുകളൊക്കെ അത് ഞാനും നൂറ് വെച്ചാ കഴിച്ചിട്ടില്ല. പരിപ്പ് ഇതുപോലും അടച്ചു വെക്കില്ല. കണ്ടോ, ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അടക്കാതാണോ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്? അതെ, അതെനിക്ക് ഇത് കണ്ടോ, ദോശ കണ്ടോ, ദോശ കണ്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. അതുപോലെ നമുക്ക് എല്ലാവർക്കും യോഗട്ട് കിട്ടിയില്ലേ, അതിന്റെ പകുതി ഡപ്പ നെവിൻ കഴിച്ചു. പിന്നെ അവളിപ്പോ ഡ്രാമ കാണിച്ചത് ഈ ചോറിന്റെ സാധനം എടുത്തിട്ട് എന്ത് ഡ്രാമയത്? അത് അവൾ ആ ചോറ് ഇവര് കഴിക്കാതെ പോയതല്ലേ. എക്സാക്ട്ലി മൈ പോയിന്റ്. അപ്പൊ പണി വരുമ്പോ എല്ലാം ഒരുമിച്ച് വരും തലയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ബാക്കി എല്ലാ ചോറും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്. ഞാൻ ഇന്നലത്തെ കണ്ടില്ല. എന്താ ചോദിക്കാനും പറയാൻ ആളില്ലാത്ത നല്ല അടിയായിരുന്നു ഇവിടെ. ഭയങ്കര പ്രശ്നം. എന്നോട് തൈര് തട്ടിപ്പിടിച്ച് വാങ്ങി, അങ്ങനെ കുറെ പ്രശ്നങ്ങളായിരുന്നു. Welcome back. MyG Future and Maruti Suzuki presents Big Boss Malayalam Season 7 co-presented by Berger Paints, Healthy Grocer Kayam, Ujala Young and Fresh Fabric Conditioner and Regal Jewelers. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇരിക്കാം. അനീഷ്, ഈ ആഴ്ച എന്തോ ഒരു കാര്യം മിസ്സായതുപോലെ തോന്നുന്നുണ്ടോ അനീഷിന്? ഞാൻ ജയിലേ പോയില്ല. ജയില് മിസ്സായി ശരിക്കും. അതായത് സ്വന്തം പേരിലൊരു ജയിലുള്ള ആളാണ്. അതെ അതെ, അങ്ങനെ വിദേശത്തൊക്കെ പ്രൈവറ്റ് ജയിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ ആദ്യം അല്ലേ? അതെ അതെ അതെ. സൽമാൻ, ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ഈ ആഴ്ച ഉണ്ടായതിൽ സങ്കടം ഉണ്ടാ? കുറച്ച് സങ്കടം ഉണ്ട് ലാലേട്ട. അതെന്തിന്? അല്ല, ഞാൻ സത്യം പറഞ്ഞോട്ടാ, അത്ര സങ്കടം ഇല്ല ലാലേട്ട. ഓ അല്ല സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് നോമിനേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പാടാ മുഖത്ത് നോക്കി. അതാണ്. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ ഈ ഒരു ജയിലിലേക്ക് 2 പേരെ നോമിനേറ്റ്. ഫസ്റ്റ് ഞാൻ നെവിനെ ആയിരിക്കും നോമിനേറ്റ്. എന്താ കാര്യം? അവൻ ഈ കിച്ചൺ ക്യാപ്റ്റനായിട്ട് അവൻ പോയി കട്ടെടുത്ത് നമ്മൾ ലക്ഷറി ബഡ്ജറ്റും കഴിച്ച് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്തു. സെക്കൻഡ് ഞാൻ അക്ബറിനെ തന്നെ പറയാം. അവർക്കിപ്പോ ടാസ്കിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നാൽ അവർ വല്ല ബാത്റൂം ടീമിലോ അതോ ക്ലീനിങ് ടീമിലോ ആവായിരുന്നു. അവരത് എടുക്കരുതായിരുന്നു. അവർക്ക് ടാസ്കിൽ തന്നെ ഫോക്കസ് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 3 പിള്ളേരെ വിട്ടെങ്കിൽ അവര് വൃത്തിയായിട്ട് 3 നേരം നോക്കിക്കൊണ്ട് പോയാനായിരുന്നു. അനീഷിന്റെ പേര് പറയാൻ പറ്റില്ല. എന്റെ ഫസ്റ്റ് നോമിനേഷൻ നെവിനാണ്. കാരണം നെവിൻ ഈ ആഴ്ച വളരെ അഗ്രസീവായിട്ട് ആരോടും വളരെ ചൂടായിട്ട് പെരുമാറുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് മാത്രം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു അഹങ്കാരം വെച്ച് പെരുമാറുന്നതായിട്ട് തോന്നി. സെക്കൻഡ് നോമിനേഷൻ അക്ബറാണ്. കാരണം അക്ബർ പല പ്രശ്നങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് അക്ബർ ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. തലയാഴ്ച ഫ്ലോർ ടീമിലായിരുന്നപ്പോൾ ഫ്ലോർ ടീമിൽ കുറെ ദിവസങ്ങളോളം പണിയെടുക്കാതിരുന്ന ഒരു വ്യക്തിയാണ് അക്ബർ. എന്നിട്ടും അക്ബറിന് ആരും ഫുഡ് നിഷേധിച്ചിട്ടൊന്നുമില്ല. അക്ബറാണ് ഇവിടെ ഫുഡ് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു കരി നിയമം കൊണ്ടുവന്നത് അക്ബറാണ്. സോ എന്റെ സെക്കൻഡ് നോമിനേഷൻ അക്ബർ. എന്റെ ഫസ്റ്റ് നോമിനേഷൻ നെവിൻ ആയിരിക്കും. കാരണം ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഇപ്പൊ ആ ഒരു കാരണത്താൽ തന്നെ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് വരെ ആയി. പിന്നെ ഇവന്റെ വയറ് നിറയ്ക്കാൻ മാത്രം നോക്കും. അതായത് നമുക്കിപ്പോ ലക്ഷറി ബഡ്ജറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് അത് കട്ടെടുത്തിങ്ങനെ കഴിക്കും. പിന്നെ രണ്ടാമത്തത് അക്ബറാണ്. ഭയങ്കര ഓർഡറിങ് ആണ്. ലൈക് മറ്റുള്ളവരെ മനസ്സിലാക്കി അതോ നല്ല രീതിക്കൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെന്താണ് ഫുഡ് നിഷേധിക്കുന്നത്. അപ്പോ ഫുഡ് നിഷേധിച്ച ഒരു കാരണത്താൽ കൊണ്ടും അക്ബർ നെവിൻ.
ഫസ്റ്റ് നെവിൻ തന്നെയാണ്. നെവിൻ ഇപ്പം ക്യാപ്റ്റൻ ആവുന്നതിന് മുന്നേ എന്റെ പുറകെ നടന്ന് ഭയങ്കര ട്രിഗർ ചെയ്യും. എന്റെ കബോർഡ് തുറന്ന് അതെടുത്തിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തും. ഇന്നലെ തന്നെ ഒരു ടാസ്കിൽ തന്നെയായിരുന്നു, കാറിലിരിക്കുന്ന സമയത്ത് എന്റെ കബോർഡ് തുറന്നിട്ട് എന്റെ സാധനങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തുന്നു. ആ രീതിയിലൊക്കെയാണ് ചെയ്യുന്ന, ഒരു ബ്ലാക്ക് മെയിൽ പോലെയൊക്കെ. അതുകൂടാതെ തന്നെ ഞാൻ എവിടെ പോയിരുന്നാലും എവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും അവിടെ വന്നിരുന്ന് കുലസ്ത്രീ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണം. അതാണ് അവൻ ചെയ്യുന്നത്. കിച്ചണിൽ കയറിയ ടൈമിൽ പുള്ളിക്കാരന് കുക്ക് ചെയ്യാൻ അറിയാമെങ്കിലും പുള്ളി ടേസ്റ്റ് ഉണ്ടോ പോലും നോക്കാതെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ സെപ്പറേറ്റ് ഉപ്പെടുത്തിടേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നത്. അത് കൂടാതെ തന്നെയാണ് ഭക്ഷണം കൃത്യസമയത്തല്ല കിട്ടുന്നത്. അവർക്കൊരു മൂഡ് ഉണ്ടാവണം. അതായത് ഭക്ഷണം അവർക്ക് ഇപ്പോൾ കുളിച്ച് ഫ്രഷായി വന്നിരുന്ന് റെസ്റ്റ് എടുത്ത് ആ ടൈമിൽ ആണ് ഇവർ ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. പിന്നെ രണ്ടാമത്തെ നോമിനേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ അക്ബറിനെ തന്നെ പറയും. അക്ബറും അതുപോലെ തന്നെയാണ്. ഈ കിച്ചണിൽ കയറുമ്പോൾ എന്താ പറയുക, 2 പട്ടങ്ങളായിട്ടാണ് ഇവർ രണ്ടുപേരും. അതായത് ആര്യനും അക്ബറിനും കുക്ക് ചെയ്യാൻ അറിയത്തില്ല. ഈ അമ്മ കിച്ചണിൽ നിൽക്കുമ്പോൾ 2 മക്കൾ പോയി ബാക്കിൽ നിന്നിട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് പോലെ, അതായത് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാണ്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഇവര് രാത്രി കുക്ക് ചെയ്ത് കഴിക്കുന്നു. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് അങ്ങനെ കഴിക്കരുതെന്ന്. എന്നിട്ടും അത് കട്ടെടുത്ത് കഴിച്ചിട്ട് പറയും ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് റീസൺ. പറയാനാണെങ്കിൽ ഒരുപാട് റീസൺ ഉണ്ട്. ലാലേട്ടന്റെ ഫസ്റ്റ് നോമിനേഷൻ നെവിനായിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ ഇനി ഞങ്ങളുടെ ഉണ്ടായിക്കോളാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഉണ്ടായിക്കോളാം, ഡിലേ ആവുകയാണ്. അപ്പോൾ അത് പ്രശ്നമാണ്. നമുക്ക് ടാസ്ക് ഒക്കെ കളിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പങ്ക് കുറച്ചു. അത്രയും ഫുഡ് വെറുതെ സ്റ്റോർ ചെയ്ത് വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും വാശിപ്പുറത്ത് ഇവർ 3 പേരും കൂടെ എടുത്ത തീരുമാനമായിരുന്നു, എന്തായാലും മൊത്തത്തിൽ എത്ര പേരുണ്ട് അത്ര പേരുടെ അളവിൽ അവർ കുക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാം, വെയിറ്റ് ചെയ്യും. കഴിച്ചില്ലെങ്കിൽ ഇവർ കഴിച്ചോളും. എന്നിട്ട് ആര്യന്റെ വായിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് റേഷൻ തീരുമെന്ന്. ലാസ്റ്റ് റേഷൻ തീർന്ന് എല്ലാവരും ഒന്നും കൂടെ ഫുഡിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാനും ആ ഒരു ബ്ലെയിം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് അഗെയിൻ ഈ സംഭവം തന്നെയാണ് ഇവർ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെവിൻ, പിന്നെ ഞാൻ രണ്ടാമത് പറയാം അക്ബറിനെ ആയിരിക്കും. ഒന്നാമത് ഓർഡറിങ് ആണ് ഫുള്ള് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ലൈറ്റ്സ് ഓഫിന് മുന്നിൽ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കണം. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പോഴും വാപ്പാക്ക് വിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞ വിലക്കിയതാണ്. അപ്പൊ പിന്നെയും ആ സാധനം അത് സൗണ്ട് കുറച്ചിട്ടൊക്കെയാണ് വിളിക്കുന്നത്, വാപ്പാക്ക് വിളിയും കാര്യങ്ങളൊക്കെ. അക്ബർ, ആരെയാണ് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തത്? അപ്പൊ ഞാൻ ആദ്യം പറയാ എന്തായാലും അനുമോളാണ്. നമ്മള് ഈ പറയണത് പോലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്ത പാത്രങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞ് ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്നിട്ട്, എന്നിട്ട് അതിന്റെ പേരിൽ നമുക്ക് വെസലില്ലാത്തത് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നേരം വൈകി കഴിഞ്ഞാൽ ആ ബ്രേക്ക്ഫാസ്റ്റ് നേരം വൈകി തന്നെ വീണ്ടും കുറ്റം പറയുക, അങ്ങനത്തെ കുറച്ച് ഒരു പരിപാടികൾ അനുമോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്ന് നടക്കാൻ പറ്റില്ല. ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് അനുമോൾ മാറുന്നത് കൊണ്ട് അനുമോളുടെ പേര് തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത്തത് ഞാൻ പറയാ അനീഷേട്ടനാണ്. കാരണം നമ്മഭാഗം സാധാരണ അനീഷേട്ടൻ നേരിനും നെറിക്കും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അനുമോളെടുത്ത് അതല്ലെങ്കിൽ അതിനെതിരെ ഒന്നും സംസാരിക്കുന്നത് കണ്ടില്ല. കാരണം അവർ നല്ല ടേംസിലാണ്. അപ്പൊ അനുമോൾ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അത് കാണാതെ നമ്മുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുക. അതേപോലെ ഇവിടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒന്നും അഡ്രസ് ചെയ്യാതെ ഈ 3 ക്യാപ്റ്റൻസിന്റെയും പ്രശ്നങ്ങൾ മാത്രം അഡ്രസ് ചെയ്യുക, ഒരു കോർണറൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം അനീഷേട്ടൻ ചെയ്തു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അനീഷേട്ടൻ. ലാലേട്ടാ, എന്റെ ഫസ്റ്റ് നോമിനേഷൻ ആര്യനായിരിക്കും. കാരണം 3 ക്യാപ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ 2 ക്യാപ്റ്റന്റെയും തീരുമാനങ്ങൾ ഒന്നും അറിയാത്ത പാവം മിണ്ടാപ്പൂച്ചനെ പോലെ ഇരുന്നിട്ട് സമ്മതം മൂളിയതിന് ശേഷം ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൂട്ടുന്നിട്ട് ഞാനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നന്മമരം പൂത്തുകൊണ്ടിരിക്കുന്ന ഇവനെ വേണം എനിക്ക് ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നി നീ എന്റെ അടുത്ത് ശാസിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? എന്റെ നോമിനേഷൻ നീ ആയിരുന്നു ഈ കാര്യത്തിൽ. അതെ, അത് സ്വാഭാവികം. ഓക്കെ, 2 പറയുന്നത് ഒരിക്കലും എനിക്ക് ജയിലിൽ പോലും എനിക്ക് അനുമോളെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അനുമോളെ ഒരിക്കലും ഞാൻ ജയിലിലേക്ക് പോലും കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്റെ സെക്കൻഡ് നോമിനേഷൻ സാബുമാനായിരിക്കും. കാരണം വേറൊന്നുമല്ല, അനുമോള് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. സാബുമാന്റെ ഫേസിൽ എല്ലാ വീക്കെൻഡ്സിലും മൺഡേ ടു ഫ്രൈഡേ മൺഡേ ടു വെനസ്ഡേ ഫ്രൈഡേ ആ ഒരു സമയം സാബുമാൻ എല്ലാവരുടെ അടുത്തു നിന്നും ഇങ്ങനെ പള്ളിയിലച്ഛനെ പോലെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുമ്പസാരം കേക്കിന് ശേഷം ഒരു തക്കം കിട്ടുമ്പോഴത്തേക്കും പാവം അക്ബറിനെ എന്നെയും ക്രൂശി കയറ്റാൻ വേണ്ടിയിട്ട് 2 ആണികൾ അടിച്ചു വയ്ക്കും. സാബുമാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെക്കാട്ടിയും കൂടുതൽ കൊടികുത്തി വാഴുന്ന കുറേ എന്താ പറയുക പന പോലെ വളർന്നിരിക്കുന്ന ദുഷ്ടന്മാരും ദുഷ്ടതകൾ ഇവിടെ ഉണ്ട്. അപ്പം അതിലേക്കും കൂടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാബുമാനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആര്യൻ,
അതായത് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ 100% അത് നെവിൻ ആയിരിക്കും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമ്മൾ 3 ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ഇപ്പൊ എനിക്കൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അക്ബറിനോട് ചോദിക്കും, നെവിനോട് ചോദിക്കും. പക്ഷെ നെവിൻക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നെവിൻ എന്നോടോ അല്ലെങ്കിൽ അക്ബറിനോട് ചോദിക്കാറില്ല. ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിന്റെ ഇഷ്യൂ സാബുമാൻ പറഞ്ഞു, സാബുമാനെ യോഗേർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സാബുമാനെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, സാബു ഞാൻ ആ മൊത്തം യോഗേർട്ട് കഴിച്ചാലോ, നിനക്ക് എങ്ങനെ ഉണ്ടാവും ഫീല്? ആ കേട്ട് മുതലാക്കിയ ആ വാക്ക് നെവിൻ എടുത്ത് ആ യോഗേർട്ട് കഴിച്ച് മൊത്തം തീർത്ത് പേര് വന്നത് എന്റെയും അക്ബറിന്റെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അനുമോളോടും ആദിലോടും ഒരു നല്ല രീതിക്ക് പോയിട്ട് എടാ ഒന്ന് വെസൽ കഴുകുക, ഒന്ന് വെസൽ, ഞാൻ how much I begged you guys to do vessels. അല്ല ഏകദേശം ഞാൻ അത്ര കൺവിൻസ് ചെയ്യാൻ നോക്കി ആസ് എ ക്യാപ്റ്റൻ. ഞാൻ അങ്ങനെ പോയപ്പോൾ അവർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, വെസൽ കഴുകുന്നു. അപ്പൊ തന്നെ ഈ പറഞ്ഞ നെവിൻ അനുമോളോട് പേഴ്സണൽ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി ഈ പറഞ്ഞ വെള്ളം ഇടുന്നു, അതിടുന്നു, എല്ലാം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ നടന്നു. ഈ പറഞ്ഞ പോലെ വീഴ്ചയിൽ ഞാനും കൂടി ഉണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ വീഴ്ചയിലെ ഏറ്റവും വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞത് നെവിനാണ്. അപ്പോൾ നെവിനാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നോമിനേഷൻ. സെക്കൻഡ് നോമിനേഷൻ ഞാൻ പറയുന്നത് ആക്ച്വലി സത്യം പറഞ്ഞാൽ അനീഷേട്ടനെ ആയിരിക്കും. ഞാൻ ആക്ച്വലി ആസ് എ ഫ്രണ്ട് എന്ന രീതിക്ക് ഞാൻ അവിടെ നെയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വന്നിട്ട് ഭയങ്കര നൈസായിട്ട് ആര്യൻ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണോ, ഭയങ്കര ഡൗൺ ആണല്ലോ ആര്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചേട്ടാ, കുറച്ച് ക്യാപ്റ്റൻസിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നോട് തുറന്നു പറയൂ ആര്യൻ. അപ്പൊ ഞാൻ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ ഞാൻ തുറന്നു പറഞ്ഞായിട്ട് കാണുന്നത് 15 മിനിറ്റ് ആയിട്ട് ഈ സാധനങ്ങൾ എന്റെ അഗെയിൻസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഐശ്വര്യമുള്ള സ്ഥലം അനീഷേട്ടന് വേണ്ടി അത് തന്നെയാണ്. ഷാനവാസ്, എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ നെവിനാണ്. ഇവിടെ നിരന്തരമായിട്ട് അനുമോൾ എന്ന സ്ത്രീയെ വളരെ മോശമായിട്ട് പേരുകൾ വിളിക്കുകയും സംസാരിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നെവിനാണ്. ഇവർ ഒരു ദിവസം ഉച്ചക്കുള്ള ഫുഡ് തന്നത് 5:30-6 മണിക്കാണ്. ഒരു ഗ്യാസ് കയറി അവളെ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അന്നത്തെ ദിവസം പോലും നമുക്ക് കറക്റ്റ് ഒരു ടാസ്കിന്റെ പെരുമഴകളൊന്നും ഉണ്ടായില്ല. ആകെ ഒറ്റ ടാസ്ക് ഉണ്ടായിരുന്നത്, അത് 3 പേര് പോയിട്ടുള്ള ടാസ്കുകളായിരുന്നു. ടാസ്കിൽ കോൺസെൻട്രേഷൻ ചെയ്യണം എന്നുള്ളത് അക്ബർ പറയുന്നത് വെറും തെറ്റിദ്ധരിപ്പിക്കണം, ലാലേട്ടനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പോൾ അല്ലല്ല അറിയാലോ, അന്നത്തെ ഒരു ദിവസം ആ ഒറ്റ ടാസ്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് 9:30-ക്കാണ്, രാത്രി 9:30-ക്ക്. ഉച്ചക്ക് ഫുഡ് തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകളുടെ ഒരു പെരുമഴ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഇവിടെ നമുക്ക് സാധാരണ റേഷൻ ഉണ്ടാവാറില്ല, തോരൻ വെക്കാനോ ഇതാക്കാനോ സാധനങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ റേഷൻ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ സ്റ്റോക്കുള്ള സമയത്തെങ്കിലും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് കിച്ചൺ ടീമിന്റെ ഉത്തരവാദിത്തം. നെവിൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾക്ക് ഒരു കറിയേ ഉള്ളൂ, അതും കൂട്ടി നിങ്ങൾ കഴിച്ചാൽ മതി, തരുന്നത് തിന്നാട് പൊക്കോ എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയ സംസാരിച്ച്. അപ്പൊ നേരെ മറിച്ച് അപ്പുറത്ത് ഞാൻ പോയിട്ട് അക്ബറിനോട് വേറൊരു ക്യാപ്റ്റനോട് ചോദിച്ചു, അക്ബർ ഇന്ന് നമുക്ക് കഴിക്കാനാവും ഒരു ഇതേ ഉള്ളൂ. അതേ ഉള്ളൂ. അതെന്താ, നിങ്ങൾക്ക് സമയത്തിനല്ല ഫുഡ് വേണ്ടത്, നിങ്ങൾ 5:30-ക്കൊക്കെ ഫുഡ് തന്നെ നിങ്ങൾ പ്രശ്നമാക്കില്ല, സമയത്തിന് ഫുഡ് തരണ്ടേ. അന്ന് ഉച്ച വരെ ഒരു 2:30-3 ഒരു ഏകദേശം നമുക്കിവിടെ സമയം അറിയില്ല, ഒരു 3 മണി 4 മണി വരെ 2:30-3 മണി വരെ 4 മണി വരെ ടാസ്കുകളേ വന്നിട്ടില്ല. അവൻ പറയുന്നു ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതും പച്ചക്കള്ളണ ലാലേട്ടനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അന്നത്തെ ദിവസം ഉച്ചക്ക് മിണ്ടരുത്, ഇത് എന്റെ സ്പേസ്. ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയുള്ള ഒരു സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഒരു തോരൻ വെക്കുന്നത് നമ്മളോടുള്ള വ്യക്തിവിരോധം കൊണ്ട് ഇന്നലെ സമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് സമയത്തിന് ഫുഡല്ലേ, സമയത്തിന് ഈ ഫുഡ് തരാൻ പറ്റും. ഇവിടെ 21 പേരോ 20 പേരോ എത്രയോ പേരുകൾ ഉണ്ടായ സമയത്തും കറക്റ്റ് സമയത്തിന് ടാസ്കുകളുടെ പെരുമഴ ഉണ്ടായ സമയത്തും നമ്മൾ കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഒരു തിരക്കില്ലാതെ ആകെ 9 പേർക്ക് ഒരു ടാസ്കിന്റെ പ്രശ്നങ്ങളും ഇല്ലാത്ത സമയത്ത് പോലും ഫുഡ് തരാതെ നമ്മളോട് വ്യക്തിവിരോധം തീർക്കായിരുന്നവർ. രണ്ടാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ ആൾ അക്ബർ മീറ്റിംഗ് കൂടിയിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള മീറ്റിംഗ് അവർ കൂടാറുണ്ട് എന്നുള്ളത് ഇപ്പൊ ആരും പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അതായത് ഇവര് എങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാന്നുള്ള മീറ്റിംഗ് ഇവർ കൂടാറുണ്ട്. ഇവർ 3 പേര്, അല്ല ഞങ്ങൾ ഹൗസ് മേറ്റ്സിനെ മൊത്തം വിളിച്ചിട്ട് ഇവർ മീറ്റിംഗ് കൂടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ പണി തരാന്നുള്ള മീറ്റിംഗ് ഇവർ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം തലപ്പത്ത് ബുദ്ധി കേന്ദ്രം അക്ബറാണ് ഇവിടെ പണി തരാതെ 100 പണിയെടുക്കാതെ ഫുഡ് തരില്ല എന്ന് പറഞ്ഞത്. ഇവിടെ ഈ ഒരു കാര്യം മാത്രം വെച്ചാൽ മതി തീരുമാനമെടുത്ത് അക്ബറാണ്. പിറ്റേന്ന് രാവിലെ ഒരു പൊടി കണ്ടിട്ട് അനുമോള അത് പാത്രം കഴുകി തരാതെ ഇത് നിങ്ങൾക്ക് ഫുഡ് തരില്ല എന്ന് പറഞ്ഞതിന്റെ ബുദ്ധി കേന്ദ്രം അക്ബറാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ചാണക്യൻ. അതുകൊണ്ട് രണ്ടാമത്തെ നോമിനേഷൻ അക്ബർ. എത്ര വോട്ട് കിട്ടി അക്ബർ? എനിക്ക് എല്ലാ വോട്ടും കിട്ടി, ഞാൻ ഒഴികെ. 6 വോട്ടാണ് അക്ബറിന്. നെവിന്? എനിക്ക് 7 വോട്ട്. 8. നിങ്ങളെ അവരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അല്ലേട്ടാ. രണ്ടുപേരും അല്ലാതെ നോമിനേഷനിലുള്ള ആൾക്കാരാണല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ഇന്ന് ഇതിൽ നിന്ന് ആരെങ്കിലും ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ എന്തായാലും ജയിലിൽ പോകണം.
എൻ്റെ ഡിസിഷൻ അല്ല, അതല്ല നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെയാണ്. അപ്പം ഇനി തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും, പക്ഷെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. സൗമാൻ ഒന്ന് സ്റ്റോർ റൂം വരെ ഓടുവോ? ആ ഓക്കെ ലാലേട്ടാ. നിവിൻ ബോസ് ലാലേട്ടാ. അല്ല, അത് കഴിച്ചിട്ട് വരുമോ? ഇല്ലില്ല, ഒന്നുമില്ല. അല്ല, അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുടിച്ചു. എന്നാൽ അത് മാറ്റി വെച്ചിട്ട് വരുമോ? അവിടെ വെച്ചോ. അതിൽ നിന്നൊരു കാർഡ്, ഒരു ഇതെടുക്കോ. എടുത്തു. ആരുടെ പേരാണ്? അക്ബർ. അക്ബർ. അയാൾ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് എന്താകുമായിരുന്നു? പുള്ളി കുറെ പാട്ട് പാടും. അപ്പം അത്ര പാട്ടൊന്നും കാണൂല, പിന്നെ കുറച്ച് കുത്തിത്തിരിപ്പ് കാണൂല, പിന്നെ എന്താ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും സോളോ ആയിട്ട് കളിക്കാൻ കൂടുതൽ സ്കോപ്പ് കാണും. ഗ്രൂപ്പിസം കുറവായിരിക്കും. അക്ബർ ചില സമയം ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റി പുറത്ത് കൊണ്ടുവരുമല്ലോ. അക്ബർ തന്നെ അതങ്ങ് എടുക്കും. അക്ബർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് നല്ലപോലെ. സാബുമോനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അക്ബർ പറയുമ്പം അവിടെ നല്ല ശരിയുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ ശരി കാണുമായിരിക്കും അക്ബറിന്റെ വ്യൂ പോയിന്റിൽ, പക്ഷെ എപ്പോഴും അങ്ങനെയല്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കള്ളത്തരം കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഇപ്പം തന്നെ നിങ്ങളെന്തോ ബ്രെഡ് എല്ലാം കഴിച്ചല്ലേ, ബ്രെഡ് പഞ്ചസാര എല്ലാം ഇട്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഫൈൻ, ഇരിക്കാം. അനീഷ് ഒരെണ്ണം എടുക്കോ. അനീഷ്. ഷാനവാസ്. ഷാനവാസാണ് ഇപ്പോൾ വീട്ടിൽ തലമുതിർന്ന അംഗം. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മളൊരു കുറച്ചൊരു മുതിർന്ന ഒരു ചേട്ടൻ്റെ ഒരു അഭിപ്രായം നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഷാനവാസ് പറയുന്നത് ശരിയായിരിക്കും. കൂടുതൽ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിയുടെ പക്ഷമായിരിക്കും. അപ്പോൾ ഷാനവാസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ തെറ്റുകളിലേക്ക് ഈ വീട് പോവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഷാനവാസ് ഇല്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനായിട്ട് തീരെ താല്പര്യമില്ല. ഒരു വലിയേട്ടനെ പോലെയാണ് ഷാനവാസ്. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഷാനവാസ്. അതുകൊണ്ട് ഷാനവാസിനെ മിസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ശരി, ഇരിക്കാം. നൂറ. അനീഷേട്ടൻ ആക്ച്വലി ഈ വീട്ടിലില്ലെങ്കിൽ ഇവിടെ ഒരു ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു വൈബാണ് സത്യം പറയുകയാണെങ്കിൽ. പുള്ളിന്റെ ആ ഒരു വൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടം കേട്ടോ. പുള്ളിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഡബിൾ സ്റ്റാൻഡോ അതോ മാനിപ്പുലേഷനോ ഒന്നും പുള്ളിനെ വർക്കാവൂല. പുള്ളിനെ ആരെനിപ്പോ മാനിപ്പുലേറ്റ് ചെയ്താലോ എന്ത് ചെയ്താലോ ഒന്നും വർക്കാവൂല. പുള്ളിക്ക് തോന്നിയ കാര്യം മാത്രമേ പുള്ളി സംസാരിക്കുള്ളൂ. അപ്പൊ ഒരുപാട് പേര് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? നോക്കുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുള്ളിന്റെ അടുത്ത് വർക്കാവൂല. പുള്ളി അറിയാത്തല്ല, അത് വർക്കാവൂല. തോന്നിയ കാര്യം മാത്രം പറയുള്ളൂ. എന്താ പറയാ, ഭയങ്കര ഒരു അനാഥപ്രേതം പോലെ നിൽക്കായിരുന്നു. ഒന്നും ഒരാള് എന്താ പറയാ, ആരും ഇല്ലാത്തൊരു ഫീൽ ഉണ്ടായാനെ. ശരി, അനുമോൾ നന്നായിട്ട് കറക്റ്റ് ആളെ കിട്ടി. നൂറെ പോലത്തെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി, ഒരു ഫ്രണ്ടിനെ കിട്ടില്ലായിരുന്നു എനിക്ക്. ആളുടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളെല്ലാം സംസാരിക്കുക. ഈ വീട്ടിലില്ലായിരുന്ന എന്ത് സംഭവം? വീട്ടിലില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു ടാസ്ക് വെച്ച സമയത്ത് നൂറ് ഇല്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോ വേറെ ആർക്കെങ്കിലും കിട്ടുമായിരുന്നു അല്ലേ? ഇല്ലേ? അത് ഭയങ്കര ഒരു ബുദ്ധിമതിയുടെ ആരും കൊണ്ടുപോകുമായിരുന്നു. അത് നൂറ് ഇല്ലായിരുന്നെങ്കിൽ ആരും കൊണ്ടുപോകുമായിരുന്നു. ഓക്കെ, ഇരുന്നോളൂ. മതി. അതില അല്ലട്ടാ, അനുവിനെയാണ് കിട്ടിയത്. അനു ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നല്ല ഫുഡ് കിട്ടില്ലായിരുന്നു ഈ വീട്ടില്. അക്ബറിനും നെവിനും പുറകെ നടന്ന് ഇങ്ങനെ ആക്രമിക്കാൻ ഒരാള് മിസ്സായനാർന്ന്. അതുപോലെ തന്നെ ഇവരുടെ സ്ക്രീൻ സ്പേസും മിസ്സായനാ, പ്രത്യേകിച്ച് നെവിന്റെ. കാരണം നെവിൻ ഒരു ടോം ആൻഡ് ജെറി സാധനമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ബാഡ്. എനിക്ക് തല്ലൂടി നടക്കാൻ ഒരാളും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ഡ്രാമ കുറഞ്ഞേനായിരുന്നു വീട്ടില് ആള്. പിന്നെ കരച്ചിലും കുറഞ്ഞേനായിരുന്നു. ഓക്കെ, അക്ബർ. സാബുമാൻ ഒരു ലൈക്കബിൾ ക്യാരക്ടറാണ്. നമുക്കെല്ലാവർക്കും ഒരു ഉള്ളിൽ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ, നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന, നമ്മളുടെ മനസ്സിൽ ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയും സ്ട്രെസ് ഉള്ള ഒരു വീട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് സാബുമാനെ പോലെ ഒരാൾ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാബുമാൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെടുമായിരുന്നു നിങ്ങൾക്ക്? ഒരു സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം കേൾക്കാൻ കഴിയുന്ന അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലാതായി പോയി. ആദിൽ ഇവിടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മിസ്സിംഗ് ഒന്നും ഉണ്ടാവത്തില്ല. ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെയാണ്. മേ ബി അനുമോളുടെ ഒരു സപ്പോർട്ട് മിസ്സായേനെ. പിന്നെ
ഒരു എക്കോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നമ്മളൊരു മലമുകളിൽ നിന്നിട്ട് ഒരു സംഭവം വിളിച്ച് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ പ്രതിഫലനം ഉണ്ടാവും. ആ ഒരു അനുമോളുടെ പ്രതിഫലനം മേ ബി നഷ്ടപ്പെട്ടേനെ ആദിലില്ലെങ്കിൽ. അത് മാത്രമേ ഉള്ളൂ. ആര്യൻ, എനിക്ക് എന്നെ തന്നെ കിട്ടി ലാലേട്ടാ. ഞാൻ ഈ വീട്ടിലില്ലെങ്കിൽ അല്ല, അപ്പൊ അടുത്തെടുത്തോളൂ. നെവിനെ കിട്ടിയ ലാലേട്ടാ. കുറെ പോസിറ്റീവ്സ് ഉണ്ട്, കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ഈ വീട്ടില് ഈ പറഞ്ഞ പോലെ കള്ളത്തരം കാണിക്കാതിരുന്നത്, ഇപ്പൊ ഈ യോഗേർട്ട് കഴിച്ചതും ഇതെല്ലാം ഇഷ്യൂ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കള്ളത്തരം ഉണ്ടാവില്ല, മോഷണം, ഈ പറഞ്ഞ പോലെ ഫുഡ് ആൾക്കാർ അടിച്ചു മാറ്റുന്നത്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫൺ എലിമെന്റ് ഈ ബിഗ് ബോസ് സീസണിന്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫൺ എലിമെന്റ് ആണ് നെവിൻ. നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഐ ഫീൽ എവിടെ ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ആണ് അകത്ത്. ഇവിടുന്ന് പുറത്തിറങ്ങിയാലോ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഹീസ് എ ബ്രില്യൻറ്റ് മാൻ. അപ്പൊ ഐ ഫീൽ നെവിൻ ഇല്ലെങ്കിൽ എവിടെയോ ഒരു എന്റർടൈൻമെന്റ് ഈ വീട്ടിൽ കുറവായനെ. ആര്യനെ തന്നെ പിക്ക് ചെയ്തല്ലോ. എന്നിട്ട് ആര്യൻ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് എന്താവുമായിരുന്നു? ഇല്ല ലാലേട്ടാ, എനിക്ക് സ്വയം പൊക്കാൻ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ ഈ വീട്ടില് ഒരു മെജോറിറ്റി ടാസ്ക്സിൽ ഒരു വിനർ കുറവായനെ അല്ലേ? തോന്നുന്നില്ല എല്ലാവർക്കും? കുറെ ടാസ്ക്സിൽ കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞേനെ. ഇൻ ടേംസ് ഓഫ് ടാസ്ക് ആയാലും ഈ പറഞ്ഞ പോലെ സംസാരത്തിന്റെ രീതി ആയാലും എല്ലാ രീതികളായാലും അങ്ങനെ ഐ തിങ്ക് അങ്ങനെ. ഞാനും എനിക്ക് തോന്നുന്നു ഞാനൊരു എന്റർടൈനർ. ഐ എം ഓൾസോ എൻ എന്റർടൈനർ. ഐ ഫീൽ ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഷാനവാസ് എടുക്കാം. ആര്യൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലത് പറഞ്ഞു തുടങ്ങാം. നല്ലൊരു സ്പോർട്സ്മാനെ നമുക്ക് മിസ്സായേനെ. ഒരു ടാസ്കിലെല്ലാവരും കോമ്പറ്റേറ്ററെ നമുക്ക് മിസ്സായേനെ. നന്നായി ടാസ്ക് ചെയ്യും. അതൊക്കെ നമുക്ക് ഒരു പ്രചോദനമാണ്. അതെല്ലാം നമുക്ക് നഷ്ടമായേനെ. രണ്ടാമത് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം വരാതെ എങ്ങനെ തെറി വിളിക്കാന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പഠിച്ചു. അത് ആര്യനില്ലായിരുന്നെങ്കിൽ എനിക്ക് അത് മിസ്സായേനെ. പിന്നെ എല്ലാ ഉടായ്പത്തരം കാണിച്ചിട്ട് അവസാനം വന്ന് ചിരിച്ചുകൊണ്ട് അതെല്ലാം മായ്ച്ചു കളയുന്ന ഒരു തന്ത്രം, അത് ആര്യന് നന്നായിട്ട് അറിയാം. അതിപ്പോൾ ഞാൻ പഠിച്ചു. അത് എനിക്ക് മിസ്സായേനെ. പിന്നെ ഡബിൾ മീനിങ് വിളിച്ച് തെറി പറയുന്ന സംഭവങ്ങളും എനിക്ക് മിസ്സായേനെ. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞവരെ വിഷമിപ്പിക്കുന്നില്ല. അതില ഇനി 2 ആഴ്ചയേ ഉള്ളൂ അല്ലേ? അടുത്ത ആഴ്ച എന്തെങ്കിലും വിശേഷം ഉണ്ടോ? എന്തെങ്കിലും അല്ല, എന്തോ ഒരു വിശേഷം ഉള്ളതുപോലെ അതില പറയുന്ന കേട്ടു. അടുത്ത ആഴ്ച വിശേഷം ആണോ? എന്തോ ഒരു മണി വീക്കോ അങ്ങനെ ഉണ്ടാവില്ല. അല്ല, അങ്ങനെയല്ല. എന്തൊക്കെയാ പെൻഡിങ് ഉള്ളത് നോക്കിയപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് പ്ലാൻ? കേക്കട്ടെ, എന്താണ് എന്തോ ഒരു പ്ലാൻ ചെയ്യുന്നത്? നിങ്ങൾ പ്ലാൻ അങ്ങനെ പ്ലാനൊന്നുമില്ല. അല്ലല്ലേ, നൂറ ഇവിടെ പെട്ടിയെടുത്തോണ്ട് ഓടുന്നോ എന്തൊക്കെയോ പറഞ്ഞ. നൂറ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പെട്ടിയെടുത്തോണ്ട് ഓടുന്നു പറഞ്ഞ. ഇല്ലില്ല, അനുമോൾ പറഞ്ഞില്ലേ? ഇല്ല, അപ്പോഴത്തെ ഞാനിത് സീരിയസ് ആയിട്ടോ തമാശ പറഞ്ഞോന്ന് ചോദിച്ചേ ഉള്ളൂ. അടുത്ത ആഴ്ച ഇത് കൊണ്ടുവന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ എനിക്കറിയത്തൂടി ഇല്ലായിരുന്നു. കൊണ്ടുവന്നു. അതുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടാനുള്ള പ്ലാൻ ഉണ്ട്. ഷാനവാസിനെ ഇവരാ ഗ്രൂപ്പിൽ കേട്ടില്ലോ? എന്തിന് ഓടാനാ? ഷാനവാസ് റെഡി ആയിട്ടിരിക്കുകയാണെന്ന്. ആണോ? അയ്യേ, അതില പറഞ്ഞോ ഷാനവാസ്? ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ നെവിൻ ചാൻസ് ഉണ്ട്, അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നു. ഞാനെന്തോ അടുത്ത ആഴ്ച മണി വീക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ ഞാനൊന്നും അല്ല, ഞാനിനി എണ്ണിരിക്കുക ഇനി എത്ര ഉണ്ടെന്ന് തീരാനായിട്ട്. എത്രയുണ്ട്? എണ്ണിട്ട് എത്ര പൈസയുണ്ട്? പൈസ അല്ല, എത്ര കിട്ടുന്നാണ് വിചാരം? അങ്ങനെ പ്രത്യേകിച്ച് വിചാരം അല്ല. ഇത് ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതെല്ലാം കിട്ടിയെടുത്തോണ്ടോ 20 കിട്ടിയെടുത്തോണ്ടാന്ന് പറയുന്നത്. അങ്ങനെ എടുത്തോണ്ടൊന്നും പോകാൻ ഇപ്രാവശ്യം പറ്റില്ലായിരിക്കാം. നെവിന് ഇങ്ങനെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ടേക്ക് എനിക്ക് ഫൈനൽ 5 വരെ എന്നുള്ളത്. കാരണം ഇപ്പൊ 7ന്റെ സീസൺ ആയതുകൊണ്ട് ഇവിടെ പലരും ഡിസ്കഷൻ നടത്തിയപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പം 2 ലക്ഷം ആവാം, ചിലപ്പോൾ 7ന്റെ പണി ആയതുകൊണ്ട് 7 ലക്ഷം ആവാം, ചിലപ്പോൾ 10 ആവാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാം. എന്ത് സംഭവിക്കും? ഇപ്പൊ ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ലക്ഷം കിട്ടും. താല്പര്യമില്ല. അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഫൈനൽ 5 അതല്ലല്ലോ. നിങ്ങൾ ഫൈനൽ 5 എത്തുന്നല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന്റെ ആൻസർ എന്താണ്? ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ അത് എടുത്തോണ്ട് പോണെന്ന്? ഇപ്പം ഇത്രയും പേര് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ എടുത്തോണ്ട് പോകും? കിട്ടിയാൽ ഞാൻ എടുക്കാൻ സാധ്യതയുണ്ട്. ഉണ്ട്. ഉണ്ട്. കാരണം പൈസ അല്ല, നമുക്ക് പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ശിക്ഷ ഉണ്ടെന്ന്. നിങ്ങൾ നോമിനേഷനിൽ വന്നിരിക്കുന്ന ഒരാളാണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ നോമിനേഷനിൽ നിന്ന് 5 വന്നാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല.
ഓക്കെ ഓക്കെ പൈസ എടുത്തുകൊണ്ട് പോകാനുള്ള ബെനിഫിറ്റ് ഞാൻ കിട്ടില്ല. കട്ട് ചെയ്യുന്നു. ഓക്കെ കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് നിങ്ങൾ എന്നോട് തന്നെ പറഞ്ഞു. ടോപ്പ് 5 അല്ല അതെനിക്കറിയില്ല, അത് രണ്ടായാലും ഓക്കെ. ഇതൊരു പണിഷ്മെന്റ് ആണ്, തമാശയല്ല. വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടില്ല. ഓക്കെ ദാറ്റ് ഈസ് എ പണിഷ്മെന്റ്. യെസ് കറക്റ്റാ. കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്രവൃത്തിക്കുള്ള ഒരു പണിഷ്മെന്റ് ആണ്. ഓക്കെ ലാലേട്ടാ. കാര്യം വേറെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് മണി വീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോമിനേഷനിൽ നിന്ന് പുറത്ത് പോയാലും അകത്തായാലും ഇത് കിട്ടില്ല. ഓക്കെ ലാലേട്ടാ. ഇരിക്കാം. അനീഷിന് എങ്ങനെ, എന്താണ് മണി വീക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ മാക്സിമം നിൽക്കാൻ പറ്റാവുന്നിടത്തോളം ഈ വീട്ടിൽ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അക്ബറിനൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. അക്ബർ എന്ത് പൈസ എടുക്കലോ? ഇല്ല ലാലേട്ടാ, ഇവിടെ ആരോ പറയുന്നത് ഞാൻ പൈസ എടുത്ത് പോകുന്നു. ഒരു 15 ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. അല്ല, ഒരു 10, 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അത് 30 ലക്ഷം ഉണ്ടാവണം. പക്ഷെ അതൊക്കെ പിന്നെ എടുത്ത് തമാശ പറഞ്ഞതല്ല കേട്ടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പരമാവധി എത്ര നമ്മൾ ജനങ്ങൾ നിർത്തുന്നത് അത്രയും നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ലാലേട്ട, ഞാൻ ഒരിക്കലും എടുക്കൂല ലാലേട്ട. അമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിലെ ഒരു മോട്ടിവേ അല്ല. ഞാൻ ആ അമൗണ്ട് കാരണമല്ല ഞാൻ ഈ ഷോയിൽ വന്നത്. അപ്പോൾ ഞാനത് 100% ഡിക്ലൈൻ ചെയ്ത് ആ ഒരു ചിന്താഗതി വരെ പോവില്ല. ലാലേട്ട, എനിക്കും എടുക്കാൻ ഉദ്ദേശമില്ല. ഇല്ല ഇല്ല. സബമാൻ, ഞാനും എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് വന്നതല്ലേ, എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. എന്തായാലും ഒരു പൈസ കണ്ട് വീഴുന്ന ഒരുത്തനല്ല സാബുമാൻ. അല്ല, പൈസ വേണം, പക്ഷെ എന്നോട് ആര്യൻ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമ്മൾ ടോപ്പ് 5 കയറിയ പിന്നെ നമ്മൾ ആരാ? അപ്പൊ ഇതൊന്നും അല്ല, മനസ്സിലായില്ലേ? അതിനകത്തുള്ള എമൗണ്ട് എത്രയെന്ന് അറിയില്ല ലാലേട്ട. ബിഗ് ബോസ് എത്രയാണെന്ന് പറയണമെങ്കിൽ ചിലപ്പോ എനിക്കിഷ്ടം, ആഗ്രഹം 100 ദിവസം വരെ ഇവിടെ നിൽക്കണം എന്നാണ്. അല്ല, ഇത് ഉണ്ടെന്ന് ആരാ നിങ്ങളോട് ആദ്യമായിട്ട് പറഞ്ഞത്? അല്ല ലാലേട്ടത് എപ്പോഴും ഉണ്ടാവലുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴും ഉണ്ടാവും, അങ്ങനെ പറഞ്ഞതാ. ഇപ്പൊ ഈ നോമിനേഷനിൽ ആദിലയും ഷാനവാസും ആണോ ഇല്ലാത്തത്? അപ്പൊ പിന്നെ ആദില ഇങ്ങോട്ടിരിക്കൂ, നിങ്ങളെല്ലാം ഇങ്ങോട്ടിരിക്കൂ, ഇപ്പുറത്തോട്ടിരിക്കൂ. നമുക്ക് ഡിവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാണ്. ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം വെച്ചിട്ട് ഒരാളെ അല്ല, അവര് നമ്മുടെ ഷോയുടെ ഒരു ടോട്ടൽ അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ ആദ്യം സേവ് ആയ 2-3 പേരുടെ പേര് വയ്ക്കാം. അതിലേക്ക് ആരെങ്കിലും ഇതിൽ നിന്ന് സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് ലാലേട്ടാ. ആരെയാണ്? നൂറെ, അനൂനെ. 2 പേരെയും കൂടെ ഒരുമിച്ച് പറ്റില്ല. നിങ്ങൾ പറയൂ. ഞാൻ നൂറനെ സേവ് ചെയ്യാൻ ലാലേട്ടാ. നൂറെ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അനുമോളിനെ ഞങ്ങൾ സേവ് ചെയ്യാം. അനുമോൾ ഇപ്പുറത്തോട്ടിരുന്നോളൂ. സേവ് അനുമോൾക്ക് ആരെയാണ് സേവ് ചെയ്യണമെന്ന് തോന്നുന്നത്? നൂറ. അത് നിങ്ങൾ എന്താ 3 പേരും കൂടെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇവരിൽ വന്നിരിക്കുന്നത് സബമാൻ, യു ആർ സേവ്ഡ്. സബമാൻ, ആ ഞെട്ടലോടെ ഒരാളെ സേവ് ചെയ്യണമെന്ന് തോന്നുന്ന ആരെയാണ്? ഞാൻ ആര്യനെ പറയുന്നു. പിന്നെ അനീഷേട്ട അത്ര ഇല്ല തോന്നുന്നു. അനീഷേട്ടന് അത്ര ഇല്ലേ? അതെന്താ അനീഷേട്ടന് അത്ര ഇല്ലെങ്കിൽ ഞാൻ അനീഷേട്ടനെ സേവ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ പറയാൻ പാടില്ല അല്ലേ? അനീഷേട്ടന് അത്ര ഇല്ലെന്ന് അനീഷിരിക്കാം. അനീഷ്, ഒരാളുടെ പേര് പറയാം. അനീഷ്. ആര്യൻ സേവ് ആവണമെന്ന് ഞാൻ. ശരി, പിന്നെ നൂറ. ആ 2 പേരിൽ ആരാണ്? നൂറ. അങ്ങനെയാണെങ്കിൽ നൂറ, യു ആർ സേവ്. നൂറ, എന്താ ലാലേട്ടാ? എന്തായിരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്ന? ഇവരിലാരും സേവ് ആക്കണം. അല്ല, അങ്ങനെ ഇതിൽ ആരെങ്കിലും സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ആര്യൻ. അതല്ലെങ്കിൽ അക്ബർ. ആര്യൻ അല്ലെങ്കിൽ അക്ബർ. നൂറ പറഞ്ഞതിൽ ഒരാളുണ്ട്, അത് അക്ബറാണ്. ആര്യൻ, നവീൻ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ 2 ക്യാപ്റ്റൻസ് ആയിരുന്നു. നിങ്ങൾ ആരാണ് പുറത്തു പോകുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങൾ 2 പേരും കൂടെ തീരുമാനിച്ച് ഓപ്പോസിറ്റിലിരിക്കുന്ന ഒരാൾക്കൊരു ലാസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻസിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെ സജസ്റ്റ് ചെയ്യാനുണ്ടോ ഇതിലെ ക്യാപ്റ്റനായിട്ട്? ആലോചിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ 2 പേരും. ലാലേട്ടാ, ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. നൂറിനെയാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്, 2 പേരും കൂടി ഒരുമിച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ലാലേട്ടാ. താങ്ക് യു. വെരി നല്ലൊരു ഡിസിഷൻ. കാര്യം നൂറ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ല.
അല്ലേ? ഇരിക്കാം. ഇനിയും 2 ആഴ്ചയേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ ഇന്ന് വരെയുള്ള കാര്യം അക്യൂമുലേറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ചിട്ടായിരിക്കും ആൾക്കാർ, പ്രേക്ഷകർ നിങ്ങൾക്ക് വിധി എഴുതുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഒരു വഴക്കം കൊണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊരു എന്താ പറയണ്ടേ, എപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗെയിമായിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. നവീൻ, എന്ത് തോന്നുന്നു? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? പാടില്ലായിരുന്നു, കാരണം പ്രഷർ കുക്കറിലായിരുന്നല്ലോ. അപ്പം എനിക്ക് അത്ര അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. പിന്നെ ഞാൻ ഷാനവാസിന്റെ അടുത്ത് ഇദ്ദേഹം വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതാണ്, ഞാനത് മനഃപൂർവ്വമല്ല, ഞാൻ നിങ്ങളെ ഇന്റൻഷനലി കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഞാൻ നോക്കിയത്. ബിക്കോസ് ആ ഒരു സമയത്ത് എനിക്കങ്ങനെ ഞാൻ ആക്ട് ചെയ്തതാണ്. ഐ എം റിയലി സോറി. നിങ്ങൾ അനുഭവിച്ച ആ ഒരു അല്ലെ, ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും എനിക്ക് 100 days ഇവിടെ നിൽക്കണം, എനിക്ക് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഞാൻ സ്വന്തമായിട്ട് കളിക്കുകയുള്ളൂ, ഏറ്റവും നന്നായിട്ട് കളിക്കും. പക്ഷെ അവിടെ വന്ന ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറുന്നു, നിങ്ങൾ അഗ്രസീവ് ആകുന്നു, നിങ്ങൾ ആൾക്കാരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, തിരിച്ചും അതുപോലെ. അങ്ങനെയൊന്നും അല്ലാതെ ഈ ഗെയിം കളിക്കാൻ പറ്റും. ഇതൊരു ഇൻ്റലിജൻറ്റ് ഗെയിമാണ്, നമ്മളെ കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിമാണ്. ആര്യന് എന്ത് തോന്നുന്നു ഈ ഇത്രയും നാളത്തെ ഒരു ട്രാവലില്? എനിക്ക് ഒരു ക്ലൂ ഇല്ല കേട്ടോ, പ്രേക്ഷകർ എങ്ങനെ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ എപ്പോഴും ഡേ 1 തൊട്ട് ഞാൻ എവിടെ ഉണ്ടോ എൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്നിരിക്കുന്നത്. ഫുഡിന്റെ കാര്യത്തിലായാലും, ഈ പറഞ്ഞ പോലെ ഗെയിംസിന്റെ കാര്യത്തിലായാലും, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമായാലും, എല്ലാത്തിനും ഞാൻ എൻ്റെ 100. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്ലോ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയതായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഗെയിമില്? പറ്റിയ ഞാനിങ്ങനെ ഐ തിങ്ക് വ്യക്തിഹത്യയായിട്ട് ആരോടും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് തെറ്റുകൾ പറ്റാം, മനുഷ്യനാണ്. പക്ഷെ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടും ഞാൻ അത് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല ലാലേട്ടാ, ഞാനിപ്പോൾ ഒരു ഭയങ്കര നോ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റേറ്റിലാണ് ഇപ്പോൾ. എനിക്കറിയില്ല, മേ ബി പ്രഷർ ആയി. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമും കൂടെയാണ്. എല്ലാവരും പറയും എനിക്ക് ബിഗ് ബോസിൽ വരണം, നമ്മളോടൊക്കെ പറയും. പക്ഷെ അവിടെ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ സോളിനെ റിഫൈൻ ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോസസ്സുണ്ട്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു ഫിലോസഫി ഉണ്ട്, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അത് നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു. ഇരിക്കൂ. Nevin, yes, Lalata. You are saved. നിങ്ങൾക്ക് അപ്പുറത്തോട്ടിരിക്കാം. ആര്യൻ, you are evicted. You can come to me, okay? Yes, Lalata. See you guys. Congratulations. കളിക്കാനോ കേട്ടോ. See you. കേട്ടാ, all of you. കേട്ടാ, മറക്കരുത് തന്നെ. പിന്നെ ഞാൻ മറക്കുവോ? മുത്തേ കേട്ടാ, ഞാൻ തിരിച്ചു വരാം 2 weeks. ടേക്ക് കെയർ. See you guys. എടാ, മറ്റേ കപ്പടിലല്ല തുണികൾ ഒരു ദിവസം പോകണ്ടേ? പ്രേക്ഷകരുടെ ഇതല്ല കാണാട്ടോ. തീർച്ചയായിട്ടും അത് ഞാൻ തീർച്ചയായിട്ടും ആവട്ടെ, പേടിക്കണ്ട. നടനൊക്കെ ഞാൻ അതിൽ ഞാൻ വിടില്ല. കുഴപ്പമില്ല. താങ്ക് യു. എന്റെ ബോട്ടിൽ കൂടി ഫോട്ടോ എടുത്തിട്ട് ബാ. I really miss you guys, man. I'll see you guys, man. Don't worry. 2 weeks later. See you guys. Bye. Take care. Bye.
Welcome back. MyG Future and Maruti Suzuki presents Big Boss Malayalam Season 7, co-presented by Berger Paints, Healthy Grow Sakayam, Ujala Young and Fresh Fabric Conditioner and Regal Jewelers. പ്രേക്ഷകരായ നിങ്ങളുടെ വോട്ടിംഗ് പ്രകാരം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി വരുന്ന ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആര്യൻ. വെൽ പ്ലേഡ് മാൻ. വളരെ നന്നായിട്ട് ആര്യൻ കളിച്ചു. എന്ത് പറ്റി? എനിക്ക് ഇപ്പോഴും മിസ്റ്ററി ഇതാണ്. നമ്മുടെ ആര്യൻ ആദ്യം ഇവിടെ വന്നപ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു മലയാളിയായിട്ട് തോന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വളരെ ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. ഈ പ്രേക്ഷകരും എല്ലാവരും നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഞെട്ടി. താങ്ക് യു. വളരെ എന്റർടൈനർ ആയിരുന്നു. എല്ലാ ഗെയിംസും നന്നായിട്ട് കളിക്കുന്ന ആളായിരുന്നു. പക്ഷെ പ്രേക്ഷക വിധി അങ്ങനെയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ 70-80 days ആയി നിങ്ങൾ അതുവരെ എന്നെ അക്സെപ്റ്റ് ചെയ്തു. ഐ എം റിയലി ഹാപ്പി ഓൾസോ ആൻഡ് ഹെൽപ്ഫുൾ. പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയി അഭിനയിക്കുമ്പോൾ ആൾക്കാർ കളിയാക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ കളിയാക്കിയിട്ടില്ല. നിങ്ങൾ എന്നെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. സോ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. നിങ്ങൾക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഇത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു. വേറെ എന്ത് പറയാൻ പറ്റും? അല്ലേ, ഇനി 2 ആഴ്ചയേ ഉള്ളൂ അല്ലേ ഫിനാലെ വീക്കായി. അത് കഴിഞ്ഞ് ആ 2 ആഴ്ചയ്ക്ക് മുമ്പ് അങ്ങനെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി യു ഫീൽ സാഡ്. അതാണ് ഞാൻ എല്ലാവർക്കും ഉണ്ടാവും. ഇതൊരു ഗെയിമാണ്. അപ്പം ആര്യന്റെ കഴിഞ്ഞ ഇത്രയും ദിവസം 80 ദിവസത്തെ ഒരു ജീവിതം നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ലാലേട്ടാ. അത് ഭയങ്കര ഒരു നമുക്ക് വീട്ടിലുള്ളവരെയും കൂടെ കാണിക്കാം അല്ലേ? യെസ് പ്ലീസ്. താങ്ക് യു ലാലേട്ടാ. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഗൈസ് ഹലോ. ഇരിക്കാം. ആര്യന്റെ കഴിഞ്ഞ 80 ദിവസത്തെ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കാണാം. ഓവറിട്ട് ഇളക്കല്ലേ നീ? ചാനൽ മാറ്റി. ആര്യൻ സ്മാർട്ടാണ്. എന്ത് മണ്ടത്തരം പറയുകയാണെങ്കിലും സ്മാർട്ട്നെസ്സോട് സോറി ജി. ഞാൻ ചിരിച്ചപ്പോൾ നീ ചിരിക്കരുത്. ഞാൻ ചിരിച്ചു കൂടാ. ആണോ? കോഴി കോഴി. എന്ത് വന്നാലും നല്ല രീതിക്ക് എന്റെ കൂടെ ഐ തിങ്ക് അപ്സ് ആൻഡ് ഡൗൺസിൽ എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് രീതിക്ക് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ അംബ്രല്ല ജിസയിലായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ബോഡി നിന്റെ ഫിസിക്കൊക്കെ വേസ്റ്റ് ചെയ്യരുത്. ഐ എം ടേക്കിംഗ് എ ഡിഫറെന്റ് സ്റ്റാൻഡ്. ഐ എം ടേക്കിംഗ് എ ഡിഫറെന്റ് സ്റ്റാൻഡ്. യു ടേക്കിംഗ് എ ഡിഫറെന്റ് സ്റ്റാൻഡ് there. To your mother telling me to get lost. Here's to my mother telling you to get lost. അത് കഴുകിയില്ലായിരുന്നു. ഓക്കെ, ആ കൊച്ചി എടുത്തു. ആ കൊച്ചി പാത്രത്തിൽ എത്ര ഉണ്ടാക്കാൻ പറ്റും ചായ? ഞാൻ ആക്ച്വലി ജിസയിൽ പോകുന്ന ദിവസം ഞാൻ വിചാരിച്ചില്ല. ഇവന് മെച്യൂരിറ്റി, ഇവൻ കിഡാണ്. സ്റ്റിൽ അവൻ കിഡാണ്. ഇവിടെ ഉണ്ട് തുടർന്നായിരുന്നു. അവൻ എന്ത് ക്യാമറ അന്ന് മുതൽ ജീവിതത്തിൽ നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്യൻ. അവൾക്ക് മൊട്ടടിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മൊട്ടടിക്കില്ല. ഞാൻ ബോട്ടിൽ എടുത്തിട്ട് ഒറ്റടി പുറത്തേക്ക് എറിയും. Extremely sorry. That's okay. ബിഗ് ബോസ് വീട് കമ്പയർ ചെയ്തത് ഒരു സൊസൈറ്റി പോലെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസ് ഈ ടാസ്കിന്. നിങ്ങളുടെ പ്രിയപ്പെട്ട റിവേഴ്സ് സൈക്കോളജി ഉള്ള ആര്യൻ നായ. പറയുന്ന കേക്കല്ലേ സൂപ്പർ സ്റ്റാർ. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായി ഒരാഴ്ചയിൽ ഒരേ സമയം 3 ക്യാപ്റ്റന്മാർ.
കിടാവാനിലായി പാടുന്നു നാം. പറവകൾ പോലവേ നീ അക്ബറിനെ പൊടിച്ചടാ. നമുക്ക് എന്ത് വിഷമം, നമുക്കൊക്കെ എന്ത് വിഷമം, എന്റെ മുത്തിനും ഞാനും എന്ത് വിഷമം. ബിഗ് ബോസിന് എന്റെ ഉമ്മ. എന്താണ് ബിഗ് ബോസ് വീടിനെ കുറിച്ച് ഉള്ള അഭിപ്രായം? ഇസ് ഇറ്റ് വളരെ ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണോ? എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് പറഞ്ഞാൽ ഞാൻ ചപ്പാത്തി കാണാത്ത ദിവസങ്ങളുണ്ട്. അതല്ലാത്ത ഈ പറഞ്ഞ പോലെ വീട്ടുകാരെ മിസ് ചെയ്യാത്ത സമയമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ സൈഡ് ആക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ ഫാമിലി ആയിട്ട് കണ്ടു. Okay, Aryan, I wish you all the best. It's a game and you have played it brilliantly. Thank you so much, Lala. Thank you. Thank you so much. See you. Thank you. അപ്പോൾ ആര്യൻ നിങ്ങളോട് യാത്ര പറഞ്ഞു, ആര്യൻ പോയി. ഇനി 2 ആഴ്ചയേ ഉള്ളൂ. ഓക്കെ, ജയിലിൽ പോകേണ്ട 2 പേര് ഒന്ന് എണീറ്റ് നിന്നോളൂ. നിങ്ങളുടെ കാര്യം എന്താണെന്ന് ബിഗ് ബോസ് പറയും. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബിഗ് ബോസ് വീട്ടിലെ ഓരോ നീക്കവും ഇനി വളരെ നിർണായകമാണ്. അടുത്ത ആഴ്ച വീട്ടിലേക്ക് എത്തുന്ന മണി ബോക്സിലൂടെ ഗെയിമിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. വീണ്ടും അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. എനിക്ക് അവനായിട്ട് അത്ര ബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് തന്നെ എന്തോ വിഷമം വരുന്നു. അപ്പം എനിക്ക് ആലോചിക്കാം നിങ്ങൾക്ക് എത്ര വരാമെന്ന്. നിങ്ങളല്ല കമ്പനിയായിരുന്നു, അവന് വരെ പ്രസൻസ് ആയിരുന്നു എപ്പോഴും, നല്ല ബഹളവും. ഇവിടെ അവനാണ് കൂടുതൽ എന്നോട് സംസാരിച്ചത്. എനിക്കറിയാം. ഒരു ദിവസം തന്നെ തള്ളി നീക്കാൻ പറ്റുന്ന പാടാൻ കണ്ടൂടെ. ശ്രദ്ധിക്കുക, നെവിനും അക്ബറും സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന ജയിൽ വസ്ത്രങ്ങൾ എടുത്തു ധരിക്കുക. പുതിയ ക്യാപ്റ്റനായ നൂറ ഇരുവരെയും ജയിലിൽ അടയ്ക്കുക. എനിക്ക് സ്ട്രിക്റ്റ് ആവാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എല്ലാവരും സഹകരിച്ചാണ്. ബാത്റൂമിൽ പോണെങ്കിൽ വിളിക്കണേ. ഞാൻ വരാം. ചേട്ടാ കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ കടന്നു പോകുന്നേ. എടാ മാനിപ്പുലേറ്റ് വിചാരിച്ചിട്ട് സംസാരിക്കാതിരിക്കരുത് കേട്ടോ. അതെ, അയ്യോ ഞാൻ നിങ്ങളോട് ഞാൻ ഒരു കാര്യം സംസാരിച്ചായിരുന്നു. പോയി ഞാൻ പറയാം, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ എന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഓൾറെഡി. അത് എനിക്കറിയാം. ആർക്ക്? ഓ, അവർക്ക് നിങ്ങളോട് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഓൾറെഡി ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ക്യാപ്റ്റൻസിയിൽ ഞാൻ വന്നപ്പോഴുള്ള പണികളൊക്കെ മൊത്തം തന്നത്. ഒരു കാര്യം, ഷാനവാസ് ഇപ്പോഴും നിങ്ങളോട് പേഴ്സണലായിട്ട് എടുത്തു വെച്ചേക്കുക, കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട്. അതെനിക്ക് അപ്പോഴേ തോന്നി. എന്ന് പറഞ്ഞാ മേഡം, നമ്മള് ഇവൻ ആ ബോട്ടിൽ കഴിച്ച് ഞാൻ എനിക്കെന്തിനാ ആവർത്തിക്കാൻ വയ്യ. ഇവനത് ഇട്ടപ്പോ അത് ഇട്ടതിന്റെ പേരിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് ആക്കി എടുത്തിട്ട് വീണെന്നാ ഞാൻ ആദ്യം കരുതി പോയിടാ. അനീഷേട്ടൻ ഭയങ്കര സെലക്റ്റീവ് ആണ്, അറിയാം. അനീഷേട്ടൻ സെലക്റ്റീവ് ആണ്, എല്ലാവരും സെലക്റ്റീവ് ആണിടാ. അതിപ്പോ അല്ല, ബാക്കിയുള്ളവര് നിങ്ങളെ ടാർഗറ്റ് ചെയ്തേക്കുക അല്ലെങ്കിലും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങള്. പിന്നെ നെവിൻ അവൻ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, ഉള്ള പറയട്ടല്ലോ. അതെ, നല്ല അഗ്രസീവ് ആയിരുന്നു. ഷാനവാസ്കാട് ഒരു സോറി പറയണം, നോമിനേഷൻ കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചിട്ടാ. കാരണം ഞാനിപ്പോ സോറി പറഞ്ഞ ഇനി നോമിനേഷൻ പേടിച്ചിട്ടാണ് സോറി പറയണമെന്ന് പുള്ളി പറയും. ഫസ്റ്റ് എപ്പിസോഡിൽ നന്നായിട്ട് വഴക്ക് പറഞ്ഞോ, അതോ സെക്കൻഡ് എപ്പിസോഡിലായിരുന്നോ ഇത്? ഇല്ല, ഫസ്റ്റ് എപ്പിസോഡിലും പൊരിച്ചു, നല്ല പൊരിച്ചു. ഇത് ലാലേട്ടൻ പറഞ്ഞു, ഇത് എന്റെ സ്പേസാ, ഞാൻ എന്ത് പറയൂന്ന് ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നതെന്നുള്ളതിൽ ലാലേട്ടന്റെ രീതിക്ക് ലാലേട്ടൻ പറഞ്ഞു, നല്ല പറഞ്ഞേക്കാ. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോ എല്ലാവരുടെ ശത്രുവായി മാറിയില്ല ഞാന്. ആദില, നൂറ, അനു, ഷാനവാസ്, അനീഷ്, ഞാനും. നിങ്ങൾ മാത്രമല്ല, ഞാൻ പണ്ടേ ശത്രു. ഞാൻ പണ്ടേ ശത്രുവാണ്. ഇനിയിപ്പോ സാബുമാന്റെ ശത്രുവാണ് ആവാനുള്ളത്, ബാക്കി എല്ലാവരുടെ ശത്രുവാണ് ഞാൻ. അതിപ്പോഴും അത് ആയിക്കോളും. 2 ആഴ്ചയില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ശത്രുക്കളാവുമെന്ന്.
എന്തുകൊണ്ടായിരിക്കും പണപ്പെട്ടി എടുക്കരുതെന്ന് പറഞ്ഞു. പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിനക്കിനി ഒരേ ഓപ്ഷനേ ഉള്ളൂ, ഫൈനൽ 5. അല്ലെങ്കിൽ വൻ പരാജയമായി പോയി ഞാൻ. പരാജയമൊന്നും ആവില്ലടാ, നീ നിന്റെ മാർക്കൊക്കെ ഓൾറെഡി ഇട്ടേക്കണം, മനസ്സിലായില്ലേ? ജീവിക്കാൻ പൈസ വേണ്ട. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. അതിന് കുറച്ചെങ്കിലും പൈസ വേണ്ട നമുക്ക്. അതൊക്കെ നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും സെറ്റ് ആവടാ. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എനിക്കതാണ് ടെൻഷൻ. അതൊന്നും നീ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്ന പൈസ എടുക്കണ്ടേ? ഞാൻ പോയി കാര്യം പറഞ്ഞു, നീ ഫൈനൽ 5 എത്തിയില്ല, പൈസയും കിട്ടിയില്ല, പക്ഷെ നിനക്ക് പുറത്ത് ലൈഫ് ഉണ്ടാ, നിനക്ക് സമ്പാദിച്ചുണ്ടാക്കാന്നേ ഉള്ളതൊക്കെ. ഇതൊന്നൊരു വലിയ പ്രശ്നമുള്ള കേസല്ല. എന്നെ തന്നെ നോക്ക്, ഞാനൊരു 3-4 വട്ടം എൻ്റെ വീട് ജപ്തി ഫേസ് ചെയ്ത, കൺമുന്നിൽ ഫേസ് ചെയ്ത ആളാ ഞാനൊക്കെ പോയ റൂട്ട് ചിന്തിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഭ്രാന്താവും. പക്ഷെ അതിലൊക്കെ നമുക്കൊരു പടച്ചോ നമുക്കൊരു വഴി കാണിച്ചു തരൂടാ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നീ പുറത്തിറങ്ങിയ നിന്റെ ലൈഫ് നീ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും ഒരു മിനിമം ഒരു 50 മടങ്ങ് മുകളിൽ, മനസ്സിലായ? കൂടുതൽ ആലോചിക്കണ്ട. പക്ഷെ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഇതിങ്ങനെ മാറി മാറി വരും. ഈ ഹാർട്ട് ബീറ്റിന്റെ ഇങ്ങനെ പോണ പോലെ. അതാണ് ലൈഫ്. എനിക്കിനി ഇവിടെ ഞാനിവിടെ ഉള്ളോട്ടാ, നീ മറക്കണ്ട. എനിക്കൊരു പരിധി വരെ നീയും, മനസ്സിലായ? മിൽക്കിന്റെ സാധനം മാത്രമാണ് അറിഞ്ഞത്. അത് കയ്യിൽ എന്തൊക്കെ 2-3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. മറ്റേ തൈരിന്റെ ഉണ്ടായിരുന്നു, പിന്നെ മസാലയുടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, പാല് മാത്രമാണ് അറിഞ്ഞത്. ഞാൻ കണ്ട് വെറുതെ ആ പാലിന്റെ അത് നിങ്ങൾ മുഖത്തെടുത്ത് ഒഴിച്ച് എന്നിട്ട് അത് അങ്ങനെ നിങ്ങളെ തട്ടി അങ്ങനെ നിന്നില്ല, ഫെദർ ടച്ച് പോലെ ആയിരുന്നു. ഞാൻ കണ്ടു ചെറുതായിട്ടൊന്നും ഇങ്ങനെ അവൻ ഇങ്ങനെ താഴെ ഇട്ടതുപോലെ ആയിരുന്നു. മെയിലി അവൻ നിങ്ങളെ നേരെ ഒഴിച്ച് പാലിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ 2 പാക്കറ്റ്. അല്ല അത് നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റ് ഒരു പാല് വീണോണ്ടാണോ ഞാൻ എന്തായത്? ഞാൻ വിചാരിച്ച ഷോക്ക് വന്നതിന്റെ ആണെന്ന്. പാല് വീണ എങ്ങനെയാണ് അങ്ങനെ ഷിവറാവുന്ന ഒരു മനുഷ്യൻ? വീഡിയോയിൽ അങ്ങനെ ഒരു പാല് മൊത്തൊഴിക്കുന്ന കാര്യങ്ങളുണ്ട്. പാക്കറ്റ് മേത്ത് തൊട്ടിട്ടുണ്ട്. അതിന്റെ വേദന എനിക്ക്. ശ്രദ്ധിക്കുക, അക്ബറിന്റെയും നെവിന്റെയും ജയിൽവാസത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. പുതിയ ക്യാപ്റ്റനായ നൂറ ഇരുവരെയും മോചിപ്പിക്കുക. കഞ്ഞിന്റെ ഇതൊക്കെ എടുക്കാം. എനിക്ക് നിങ്ങളങ്ങോട്ട് ഇഷ്ടപ്പെട്ടു മുകളിലൊക്കെ വെച്ചിട്ട് വാട്ടാ. കഞ്ഞിന്റെ പാത്രം എടുക്ക. ഷാനവാസ്ക, എന്താ പാട്? ഹെൽത്ത് സെറ്റല്ലേ? പൊതുവെ ഞാൻ ആദ്യം തരികിടെന്ന് വിചാരിച്ചു. സോറി കേട്ടാ, ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതല്ല. കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന്. ശരി.